ഗുഡ് മോർണിംഗ്. വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാവിലെയിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഡൽഹിയിൽ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നു. സുഹൃത്തുക്കളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറിക്കുന്നുണ്ട്, ഇതുവരെ ഇങ്ങനെ ഒരു ഭൂചലനം ഉണ്ടായിട്ടില്ല, ഇത്രയും കുലുക്കം ഇതിനു മുൻപ് അനുഭവപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ആൾനാശമോ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഉണ്ടായതായി അറിവില്ല. പക്ഷേ വളരെ ശക്തമായ ഭൂമി കുലുക്കമാണ് രാവിലെ ഡൽഹിയിൽ പുലർച്ചെ അനുഭവപ്പെട്ടത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. ശശി തരൂരിന്റെ പ്രശംസ വലിയ വിവാദമായി തുടരുന്നുണ്ട്. ശശി തരൂരിനെ അനുകൂലിച്ച് ഇടതുപക്ഷത്തുള്ളവരും ശശി തരൂരിനെ വളരെ രൂക്ഷമായി വിമർശിച്ച് സ്വന്തം പക്ഷത്തുള്ളവരും ഒക്കെ രംഗത്തെത്തുമ്പോൾ ആ വിവാദം എങ്ങോട്ടാണ് എന്നത് നമുക്ക് കൗതുകത്തോടെ ഉറ്റുനോക്കാം. ഇതോടൊപ്പമാണ് ഇന്ന് പെരിയ കേസ്, അതായത് ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടിട്ട് 6 വർഷം തികയുന്ന ഈ ദിവസം പുറത്തു വരുന്ന വാർത്ത, 1.5 മാസം മുൻപ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച അവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് പരോളിനുള്ള നീക്കം നടക്കുന്നു എന്നതാണ്. വിശദമായി ഈ വാർത്തകളൊക്കെ നമുക്ക് പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഡൽഹിയിൽ ശക്തമായ ഭൂചലനം, റിക്ടർ സ്കെയിലിൽ 4 തീവ്രത. പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി. ഡൽഹിയിലും NCRലും ശക്തമായ പ്രകമ്പനം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എങ്ങനെയെന്ന് ആലോചിച്ച് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് വൈകിട്ട് 5-ന്. 530 കോടിയുടെ കേന്ദ്ര വായ്പ ചെലവഴിക്കലും ചർച്ചയാകും. വിനിയോഗ കാലാവധി നീട്ടി ചോദിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിൽ. പോര് പ്രഖ്യാപിച്ച ശശി തരൂരിനെ കണക്കറ്റ് വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം. വെളുപ്പാൻകാലം മുഴുവൻ വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന പണിയെന്ന് വീക്ഷണം. ശശി തരൂരിനെ വിയോജിപ്പ് പറയിച്ചെന്ന് കോൺഗ്രസ് നേതൃത്വം. തരൂരിന്റെ നീക്കങ്ങളിലൂടെ മറ നീക്കുന്നത് പാർട്ടിയിൽ പരിഗണന കിട്ടാത്തതിന്റെ പരിഭവം. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 8ാം ദിവസം. രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാടിൽ കടുത്ത അതൃപ്തി. സമരം കടുപ്പിക്കാൻ ആലോചന. വീണ്ടും ചർച്ച നടത്താൻ ആരോഗ്യ വകുപ്പ്. അതിരപ്പള്ളിയിൽ മുറിവുണങ്ങാത്ത ആനയ്ക്ക് വീണ്ടും ചികിത്സ നൽകും. മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് ആനത്താവളത്തിലേക്ക് മാറ്റും. ഡോക്ടർ അരുൺ സഖറിയ ഇന്നെത്തും. 2 കുങ്കി ആനകളെയും ഇന്നെത്തിക്കും. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. BJP നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് 3 മണിക്ക്. അന്തിമ തീരുമാനത്തിൽ നിർണായകമാവുക പ്രധാനമന്ത്രിയുടെ അഭിപ്രായം. നാളെ സത്യപ്രതിജ്ഞയ്ക്കും ഒരുക്കങ്ങൾ. വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് വൈകിട്ട് 5 മണിക്കാണ് യോഗം. അസാധാരണ നിബന്ധനകളോടെ കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ വായ്പ ഒരു വലിയ ബാധ്യതയായി ഇപ്പോൾ സർക്കാരിന് മുകളിൽ വന്നിരിക്കുകയാണ്. പൈസ കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു, പക്ഷേ ഒരു അപ്രായോഗികമായ അസാധാരണമായ നിബന്ധനകളോടെ നൽകുന്ന പണം എങ്ങനെ ഇത്ര പെട്ടെന്ന് ചെലവഴിച്ചാൽ മാത്രമേ ആ പണം തിരിച്ചു കിട്ടുകയുമുള്ളൂ. ആ നിലയ്ക്ക് ഇന്നത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ കാര്യങ്ങളാവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരിക? ശ്രീജ, ദുരന്ത നിവാരണ വകുപ്പിനാണ് ഇതിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത്. 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് അവിടെ ടൗൺഷിപ്പുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ സർവേ നടപടികൾ ഉൾപ്പെടെ അവിടെ ജനവാസ യോഗ്യമാണോ എന്നതടക്കമുള്ള പരിശോധനാ നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ 529 കോടി രൂപ എന്ന തുക അത് കേന്ദ്ര വായ്പയായാണ് ഈ പുനരധിവാസത്തിന് നൽകുന്നത്. ഈ തുക ചെലവഴിക്കുന്നതിന് മാർച്ച് 31-നകം തന്നെ ഇത് ചെലവഴിക്കണം എന്നതാണ് ഇപ്പോൾ നിബന്ധനയായി വന്നിട്ടുള്ളത്. വളരെ കുറച്ച് സമയം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കുട്ടുള്ള ചർച്ചകളിലേക്കും യോഗങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്നത്. ഇതിന് തിരിച്ചടവിന് സമയപരിധിയുണ്ട്. ഏതാണ്ട് 50 വർഷത്തോളം സമയം
ഇതിന്റെ തിരിച്ചടവായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെലവഴിച്ചുകൊണ്ടുള്ള തീരുമാനം, അത് ചെലവഴിക്കാനുള്ള ദിവസം അത് മാർച്ച് 31 നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇന്നത്തെ യോഗത്തിന്റെ വലിയ പ്രസക്തി. ഈ രണ്ട് ടൗൺഷിപ്പുകളാണ് ആലോചിച്ചിട്ടുള്ളതെങ്കിലും അത് രണ്ടും സാധ്യമാവുമോ എന്നത് ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പ്രദേശത്തായിരിക്കും ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില ആലോചനകൾ ഉണ്ട് എന്ന വിവരമാണ് നേരത്തെ പുറത്തു വന്നത്. ഏതായിരുന്നാലും ഇന്നത്തെ യോഗത്തിലായിരിക്കും അക്കാര്യങ്ങൾ തീരുമാനിക്കുക. സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ വേഗത്തിൽ ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഈ കേന്ദ്ര സർക്കാരും ഉദ്ദേശിച്ചത് അതുതന്നെയാകണം. സംസ്ഥാനത്തു നിന്നുള്ള BJP നേതാക്കൾ പലപ്പോഴും ഇത്തരം ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ അത് നേരിട്ട് കേന്ദ്രം തന്നെ നൽകണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഇത് ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുത്. ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ദുരിതം അനുഭവിച്ചവർ അവർക്കുള്ള ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാകണം ഇങ്ങനെ ഒരു നിബന്ധന വെച്ച് വളരെ പെട്ടെന്ന് ഇതിന്റെ തീരുമാനവുമായി അല്ലെങ്കിൽ ഇത് തുക ചെലവഴിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയതെന്ന് വേണം കരുതാൻ. അങ്ങനെ പല കാര്യങ്ങളിലും BJP സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെടുകയും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുമുണ്ട്. ഒരു മെല്ലെപ്പോക്ക് നയം ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന ഒരു താല്പര്യം ഇതിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ആ തരത്തിൽ പറയുന്നവരുണ്ട്. പക്ഷേ ഈ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ തുക സർക്കാരിന് കേന്ദ്രം ഇവിടുത്തെ ജനങ്ങൾ, അത് ഇന്ത്യയിലെ ജനങ്ങളാണ്, അവർക്ക് ഒരു സഹായം നൽകുമ്പോൾ അതൊരു വായ്പയല്ല നൽകേണ്ടത്. ഇതിൽ ഇടത് വലത് വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം K. സുധാകരൻ പറഞ്ഞത് ഈ കാര്യത്തിൽ സർക്കാരിനോടൊപ്പം ചേർന്ന് കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ കോൺഗ്രസ് തയ്യാറാണ്, UDF തയ്യാറാണ് എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസം K. സുധാകരൻ കൈക്കൊണ്ടത്. ഇതേ കാര്യം തന്നെയാണ് MV ഗോവിന്ദനും പറഞ്ഞത്. ഈ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ വിവാദമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യത്തിൽ, അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം നടത്താൻ തയ്യാറാണെങ്കിൽ ഇടതുപക്ഷം UDF മുന്നോട്ട് വന്നാൽ അതിന് ഇടതുപക്ഷത്തിന് തടസ്സമില്ല. ഒരുമിച്ച് സമരം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അതായത് LDFും UDFും കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള തീരുമാനത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു. അങ്ങനെ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയതും. ശ്രീജ. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗം, മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. നിർണായക പദവിയിലിരിക്കെ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ നേതൃത്വവുമായി ശശി തരൂരിന് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയുമായും സംസ്ഥാനത്തെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുമായും തരൂർ ഏറെ നാളായി അകൽച്ചയിലാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മതിയായ പരിഗണന കിട്ടുന്നില്ല എന്ന പരിഭവമാണ് ശശി തരൂരിന്റെ പ്രസ്താവനകളിലൂടെ പ്രകടമാകുന്നത് എന്നതാണ് സൂചന. ദീർഘവർഷങ്ങളായി സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ആത്മബന്ധം പുലർത്തിയിരുന്ന ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ പാർട്ടി തലപ്പത്തേക്ക് വരണമെന്ന നിലപാടെടുത്ത് ആ പദവിയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം വഷളായി തുടങ്ങിയത്. 2009 മുതൽ തുടർച്ചയായി പാർലമെന്റ് അംഗമായിരുന്നിട്ടും മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടും കോൺഗ്രസ് ദേശീയ നേതൃത്വം തനിക്ക് മതിയായ പരിഗണന നൽകുന്നില്ലെന്നാണ് തരൂരിന്റെ പക്ഷം. BJPക്ക് ബദലായി ഇന്ത്യ സഖ്യത്തിന്റെ നയരൂപീകരണത്തിലും വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന വിമർശനവും തരൂരിനുണ്ട്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഇതേ ആക്ഷേപം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം തരൂരിനെതിരെ നീക്കം നടത്തിയെന്നാണ് പ്രധാന വിമർശനം. സംസ്ഥാന കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുടെ അറിവോടെയാണ് ഈ നീക്കങ്ങൾ നടന്നതെന്നും ശശി തരൂരിന് സംശയമുണ്ട്. BJPക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനങ്ങളിലെ പോരായ്മകൾക്കിടയിലും തുടർച്ചയായി വിജയിക്കാൻ കഴിഞ്ഞത് പാർട്ടിക്കതീതമായ സ്വീകാര്യത തരൂരിന് ഉള്ളതുകൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലികളുടെ വാദം. ഇടതുപക്ഷ നേതാക്കൾ വരെ ഏറെ പ്രശംസിക്കുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് മതിയായ സ്വീകാര്യത ലഭിക്കാത്തതും തരൂരിനെ ഏറെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വികസന വിഷയം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വിരുദ്ധ നിലപാട് പരസ്യമാക്കി പാർട്ടിയെ തന്നെ വെട്ടിലാക്കിയുള്ള തരൂരിന്റെ നിർണായക രാഷ്ട്രീയ നീക്കം തന്റേത് ഒറ്റയാൻ പോരാട്ടമല്ലെന്നും വിദ്യാസമ്പന്നരായ പാർട്ടി അനുഭാവികളുടെ പിന്തുണ തനിക്കുണ്ടെന്നുമാണ് ശശി തരൂരിന്റെ വാദം. നിലവിലെ വിവാദങ്ങൾ പുറത്തേക്കുള്ള വഴി തുറക്കലല്ലെന്ന് തരൂർ ക്യാമ്പ് ഉറപ്പിച്ചു പറയുമ്പോഴും നേതൃത്വത്തെയും നേതാക്കളെയും അലോസരപ്പെടുത്തുന്ന തുടർച്ചയായ പ്രസ്താവനകൾ കൊണ്ട് ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.
ഈ വിവാദമൊക്കെ ഉണ്ടാകുമ്പോൾ ചില പഴയ കാര്യങ്ങൾ ഓർത്തു പോവുകയാണ്. വ്യാവസായിക രംഗത്തെ കേരളത്തിന്റെ വളർച്ചയെ പുകഴ്ത്തിയതാണ് ഇപ്പോൾ ശശി തരൂരിന് വലിയ വിനയായിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഒരു പഴയ പ്രസംഗം ഒന്ന് ഓർത്തെടുക്കാം. അത് AK ആന്റണിയുടെ പ്രസംഗമാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ പ്രസംഗം വൈറലാവുകയാണ്. കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാൻ 2006 ഇടത് സർക്കാർ നൽകിയ പിന്തുണയെക്കുറിച്ചായിരുന്നു ആന്റണിയുടെ അന്നത്തെ പുകഴ്ത്തൽ. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെയുള്ള ഒരു വേദിയിലായിരുന്നു ആന്റണിയുടെ പ്രസംഗം. ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എന്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല. എന്റെ കയ്യിലുള്ള എല്ലാം നല്ല വാക്കുപയോഗിക്കുന്നതാണ്. ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കുക മാത്രമേ ഉള്ളൂ. നടത്തിപ്പ് കൂട്ടുവാൻ കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും കരീമും ഒക്കെയായിരുന്നു. ES അച്യുതാനന്ദനും എന്നെ കാര്യമായി സഹായിച്ചു. ബ്രഹ്മോസ് ഉൾപ്പെടെ പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിലെത്തിയത് AK ആന്റണി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴാണ്. 2006 മുതൽ 2011 വരെയുള്ള VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തായിരുന്നു പ്രതിരോധ മേഖലയിൽ കേന്ദ്രം വലിയ തോതിൽ കേരളത്തിൽ നിക്ഷേപം നടത്തിയത്. വിരുദ്ധ രാഷ്ട്രീയ ചേരികളിലുള്ള 2 പാർട്ടികളാണ് കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്നതെങ്കിലും അതൊന്നും വികസനത്തിന് തടസ്സമായില്ല. രാഷ്ട്രീയം മറന്ന് അകമഴിഞ്ഞു പിന്തുണച്ച VS അച്യുതാനന്ദനെയും ഇളമരം കരീമിനെയും ആന്റണി പ്രകീർത്തിച്ചത് അപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തിയായിരുന്നു. മാത്രമല്ല UDF സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ മേഖലയിലെ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് ധൈര്യമില്ലെന്ന് കൂടി ആന്റണി പറഞ്ഞു. എനിക്ക് എന്തോ ഒരു ധൈര്യം ചോർന്നുപോയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കുറഞ്ഞു. കാരണം എന്റെ കയ്യിലുള്ള സ്ഥാപനമെല്ലാം പ്രതിരോധ വകുപ്പിലെ സ്ഥാപനങ്ങളാണ്. മറ്റു വ്യവസായം നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനം നടത്താൻ പറ്റില്ല, അനുവദിക്കില്ല. ശശി തരൂരിന്റെ സർക്കാർ അനുകൂല നിലപാട് UDFിനുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. വീണ് കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുകയാണ് CPM സർക്കാരും. ശശി തരൂരിന്റെ സാക്ഷ്യം കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിനുള്ള ഗുഡ് സർട്ടിഫിക്കറ്റായി ഇടതുപക്ഷം പ്രചരിപ്പിക്കും. ആന്റണിയുടെ പഴയ പ്രസംഗം കൂടി ഇടതു കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുന്നതോടെ തരൂർ UDFിനുണ്ടാക്കിയ മുറിവിന്റെ ആഴവും വേദനയും ഇനിയും കൂടും. ന്യൂസ് 18 തിരുവനന്തപുരം. പോര് കടുക്കുമ്പോൾ തരൂരും കോൺഗ്രസ് രാഷ്ട്രീയവും എങ്ങോട്ടാണ് പോകുന്നത്? വിശദമായി നമുക്കതൊന്ന് അന്വേഷിക്കാം. വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായപ്പോൾ തൊട്ട് കാര്യമായ അവസരങ്ങളൊന്നും പാർലമെന്റിൽ തരൂരിന് ലഭിക്കുന്നില്ല. ഇത് നമുക്ക് സ്ഥിരമായി പാർലമെന്റിലെ നടപടിക്രമങ്ങൾ നോക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം അതൃപ്തനാണ്. ഇനി കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് കരുതിയാൽ തരൂർ ഇങ്ങോട്ട് വന്നാൽ അതൊരു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്ന ആശങ്ക VD സതീശൻ ക്യാമ്പിന് പ്രത്യേകിച്ചും കോൺഗ്രസിലെ മറ്റ് നേതൃമോഹികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലും അവസരങ്ങളില്ല. ഈ സാഹചര്യത്തിലാണോ ഇങ്ങനൊരു പ്രസ്താവനയ്ക്ക് തരൂർ തുനിഞ്ഞത്? അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെയാണോ സംസ്ഥാനത്ത് നിന്ന് ഇത്ര വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത്? ശ്രീജ, ഈ 2009 ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തരൂരിനെ സംബന്ധിച്ച് ആദ്യത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത, അതായത് വിശ്വപൗരൻ എന്ന ഇമേജിലൂടെ അദ്ദേഹം വരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ തോതിൽ മൈലേജ് ഉണ്ടാക്കാൻ കോൺഗ്രസും രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ ശ്രമിക്കുന്നു. അതിനുശേഷം പിന്നീട് കാണുന്നത് ഈ വിശ്വപൗരൻ എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്നുള്ള ഒരു പ്രചരണം മാത്രമായി ചുരുങ്ങുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും, അല്ലെങ്കിൽ AICC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലെ പ്രതിപക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം വരുമ്പോൾ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു പേരായി തരൂരിന്റേത് മാറുകയും പിന്നീട് അദ്ദേഹം തഴയപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കാൻ പോലുമുള്ള ധൈര്യം കാട്ടി 1000-ന് മുകളിൽ വോട്ട് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പല സംസ്ഥാനങ്ങളിലും ഉള്ള വോട്ടർമാരുടെ പേര്, ആ പേര് അന്വേഷിച്ചു പോയാൽ അങ്ങനെ ആ ഒരു വിലാസത്തിൽ അങ്ങനെ ഒരു ആള് പോലുമില്ല. അത്തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ വരുന്നത് ഈ തരത്തിൽ വ്യാജമായ കാര്യങ്ങൾ ചെയ്ത് ദേശീയ നേതൃത്വം തന്നെ തന്റെ വരവിനെ തടസ്സപ്പെടുത്തുന്നതിന് ഈ കള്ള വോട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തുന്നു എന്ന ആരോപണം ആ ഒരു ഘട്ടം മുതൽ തന്നെ, അതായത് ഈ സോണിയാഗാന്ധിക്കും രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ആ കുടുംബത്തിനെതിരെ അദ്ദേഹം നിൽക്കുന്നു, ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിൽക്കുന്നു എന്നൊരു വികാരമുണ്ടായപ്പോൾ തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ ഏറെക്കുറെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞതാണ്. അദ്ദേഹത്തോട് വലിയ താല്പര്യം കാട്ടാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. അദ്ദേഹത്തിന് ഇന്ദിരാഭവനിൽ ഒരു മുറി പോലും അനുവദിച്ചിട്ടില്ല എന്നത് തരൂരിന്റെ ഒരു സ്വകാര്യ ദുഃഖമാണ്. അദ്ദേഹവുമായി അടുപ്പമുള്ളവർ
നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. KPCC ഓഫീസിൽ പോലും വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നു എന്നത്. ഈ ഒരു അമർഷം തന്നെയായിരിക്കും തരൂരിന്റെ ഇപ്പോഴത്തെ ചെയ്തികളിൽ പുറത്തു വരുന്നത്. കാരണം അദ്ദേഹം ഇതിനകം പറഞ്ഞു കഴിഞ്ഞു 4 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളായി ഇനി താൻ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് തരൂർ പറയുമ്പോൾ സ്വാഭാവികമായും തരൂർ ശ്രദ്ധയൂന്നുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കാകും എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നു. മാത്രമല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ കലാപം നടക്കുകയാണ്. അവിടേക്കാണ് ആ ഒരു സ്പേസിലേക്ക് തരൂർ കൂടി എത്താനൊരു ശ്രമം നടത്തുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഈ മുഖ്യമന്ത്രി പദവിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. പക്ഷേ തനിക്കെങ്ങനെ ഇതിൽ കുറച്ച് കുഴപ്പമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു ചിന്ത തരൂരിനുണ്ടോ എന്ന് സംശയിക്കുന്നവർ ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇടതുപക്ഷത്തിന്റെ വ്യവസായ നയത്തെ പിന്തുണച്ചുകൊണ്ട് തരൂർ രംഗത്ത് വരുന്നത്. ഇവിടുത്തെ വ്യവസായ മന്ത്രിയെയും വ്യവസായ രീതിയെയും, അതായത് വ്യവസായ രംഗത്ത് ചെകുത്താന്റെ നാടായിരുന്ന കേരളം എന്ന് താൻ വിശേഷിപ്പിച്ചിരുന്നു. അത് മാറ്റിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന ഒരു മൈലേജ് ചെറുതല്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. മാത്രമല്ല, മോഡിയെ പ്രശംസിക്കുന്നു. ട്രംപുമായുള്ള മോഡിയുടെ കൂടിക്കാഴ്ചയും അദ്ദേഹം അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ ഈ വീക്ഷണം പത്രത്തിൽ, കോൺഗ്രസിന്റെ മുഖപത്രമാണ്, വീക്ഷണം പത്രത്തിൽ അതിരൂക്ഷമായ എഡിറ്റോറിയലാണ് തരൂരിനെതിരെ വന്നിരിക്കുന്നത്. അതിലെ ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് വെളുക്കുവോളം വെള്ളം കോരിയിട്ട് ഏറ്റവും ഒടുവിൽ കുടമുട്ട് ഉടയ്ക്കുന്ന നിലയിലേക്ക് പോകരുത് എന്ന ഒരു കാര്യമാണ് തരൂരിനെ കുറിച്ച് അതിൽ പറയുന്നത്. മാത്രമല്ല, ഈ മോഡിയെ പുകഴ്ത്തിയതിനടക്കം വിമർശനമുണ്ട്. അവിടെ പോയി നൃത്തമാടി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യക്കാർ കാലിൽ ചങ്ങലയിട്ട്, ഒരു ആപ്പിൾ മാത്രം കഴിച്ച് തടവറയിൽ കഴിഞ്ഞ് കാലിൽ ചങ്ങലയിട്ട് രാജ്യത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഈ ട്രംപും മോഡിയുമായുള്ള കൂടിക്കാഴ്ച ഇത്രയധികം വർണ്ണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാട് പോവുകയാണ്. താഴെത്തട്ടിലെ പ്രവർത്തകരുടെ അധ്വാനം അത് വിജയമായി പ്രതിഫലിക്കാൻ പോകുന്ന ഒരു ഘട്ടമാണ്. അതിന്റെ ഊർജം കെടുത്തുന്ന തരത്തിൽ ആയി പോകുന്നു ഈ പെരുമാറ്റം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരൂരിനെ വിമർശിക്കുകയാണ്. ഒരുപക്ഷേ ഈ പരാതികൾ, കേന്ദ്ര നേതൃത്വത്തിനെത്തുന്ന പരാതികളിൽ തരൂരിനെതിരെ എന്ത് നടപടിയുണ്ടാകും? ഒരുപക്ഷെ AK ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ ആയിരിക്കില്ല തരൂരിനെ കാണുക എന്ന ഒരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടത്. പക്ഷേ വിനോദ്, അപ്പോഴും ഇപ്പോ ഇന്നലെ K സുധാകരന്റെ ഭാഗത്തു നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വരുന്നതിൽ രാജീവിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്നതല്ലാതെ തരൂരിനെതിരെ ഒരു വാക്കുപോലുമില്ല. തരൂരിനെ ഒരു തരത്തിലും വിമർശിക്കാതെയാണ് സുധാകരന്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. അത് ശ്രദ്ധേയമാണ്. ദേശീയ തലത്തിൽ ഇങ്ങനൊരു വിവാദത്തിന് ചൂടുപിടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു തരൂരിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് അത് ദേശീയ തലത്തിൽ ഒരു വിവാദമാക്കാൻ ഹൈക്കമാൻഡും ഒരുപക്ഷെ ആലോചിക്കില്ല എന്നതല്ലേ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ശ്രദ്ധ പോകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എന്നെത്തിക്കുമോ? തീർച്ചയായും ഇക്കാര്യത്തിൽ തരൂരിന്റെ നിലപാട് നിർണായകമാണ്. കാരണം അദ്ദേഹം എങ്ങനെ ഇനി ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ. ഇതുവരെ മനസ്സിലാക്കുമ്പോൾ തരൂർ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. തന്റെ കൈയക്ഷരം നല്ലതാണ്, അത് വായിക്കാൻ ആളുണ്ടെങ്കിൽ താൻ ഇനിയും എഴുതും എന്ന് തരൂർ പറയുമ്പോൾ സ്വാഭാവികമായും അതിനൊരു വെല്ലുവിളിയുടെ സ്വരമുണ്ട്. ഈ സംസ്ഥാന ഘടകം എന്ത് പറയുന്നു എന്നുള്ളത് താൻ കാര്യമാക്കുന്നില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് തരൂർ നൽകുന്നത്. സുധാകരന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ ഒഴിവാക്കാൻ വലിയ തോതിലുള്ള ശ്രമം സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നൊരു വികാരം സുധാകരനുണ്ട്. മാത്രമല്ല, താൻ പറയുന്ന വഴിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമായി ഒത്തുപോകാത്ത പല സാഹചര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ തന്നെ സുധാകരനുള്ള ഒരു നീരസം, അത് തരൂരിനെ പിന്തുണയ്ക്കുക എന്നൊരു നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒരു വശത്ത് തരൂരിനെ പിന്തുണച്ചുകൊണ്ട് സുധാകരൻ നിലകൊള്ളുമ്പോൾ മറുവശത്ത് ഒരുപക്ഷെ പല ഘട്ടങ്ങളിലായി സുധാകരനുമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന ആളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം പോലും തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് തയ്യൽ കടകൾ തുടങ്ങുന്നത് പോലും സംരംഭത്തിന്റെ പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന മന്ത്രിയാണ് രാജീവ്. ആ രാജീവിനെയാണ് തരൂര് പ്രശംസിക്കുന്നത് എന്ന ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, പഴയ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന ആൾക്കാരാണ് സുധാകരനും ചെന്നിത്തലയും ഒക്കെ. സതീശനുമായൊക്കെ തുറന്ന പോരുണ്ടെങ്കിലും ചെന്നിത്തലയൊക്കെ ഇവരുമായി സമരസപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അദ്ദേഹം പോലും ഇക്കാര്യത്തിൽ തരൂരിനെ തള്ളിപ്പറയുന്ന ഒരു നിലയിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലേക്ക് വിഷയമെത്തുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, വ്യവസായ വകുപ്പിനെ പ്രശംസിച്ച കാര്യമാണ്. അതിനപ്പുറത്തേക്ക് വലിയ ഗൗരവത്തിൽ ഇതിനെ കേന്ദ്ര നേതൃത്വം, AICC നേതൃത്വം കാണുമോ എന്നത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്കത് അതേക്കുറിച്ച് പറയാൻ കഴിയൂ. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി AICC നേതൃത്വവുമായി അത്ര രസത്തിലല്ല തരൂർ മുന്നോട്ട് പോകുന്നതെന്നത്
വളരെ പ്രകടമായ ഒരു കാര്യമാണ്. ശരി, ഈ പോര് എങ്ങോട്ടാണ് പോകുന്നത്? ടി ജി സജിത്ത് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സജിത്ത്, ഇന്ന് വീക്ഷണം എഴുതിയിട്ടുള്ള ലേഖനത്തിന്റെ തലക്കെട്ട് ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്നതാണ്. തരൂരിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തരൂരിനെതിരെ വിമർശനങ്ങളൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ ഔദ്യോഗിക നിലപാടായി വീക്ഷണത്തിന്റെ മുഖപ്രസംഗം വരുന്നത് ഇത്രയേറെ രൂക്ഷ വിമർശനവുമായിട്ടാണ്. പക്ഷെ അപ്പോഴും ഞാനിപ്പോൾ നേരത്തെ വിനോദിനോട് ചോദിച്ചതുപോലെ KPCC പ്രസിഡന്റ് തരൂരിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഹികളുടെ കൂട്ടത്തിലേക്ക് തരൂർ കൂടി വരുന്നു എന്നതാണോ ഇത്രയേറെ പ്രകോപിപ്പിച്ചത്? സർക്കാരിനെ പറ്റി നല്ല വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയങ്ങളെ പറ്റി നല്ല വാക്ക് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് തരൂർ എന്നൊരാൾ കൂടി മുഖ്യമന്ത്രി സ്ഥാനമോഹികളുടെ പട്ടികയിലേക്ക് വരുന്നു എന്നതിലുള്ള പ്രകോപനമാണോ നമ്മളിപ്പോൾ ഈ കാണുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തരൂരിന്റെ നീക്കം അത് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയ വലിയ ആശയക്കുഴപ്പത്തിന്റെ അതേ പ്രതിഫലനം ഇന്ന് കോൺഗ്രസിന്റെ മുഖപക്ഷത്തിൽ വീക്ഷണത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് വരെയുള്ള സാഹചര്യം ഈ കോൺഗ്രസ് ക്യാമ്പിനകത്ത് തന്നെ ചില ആശയക്കുഴപ്പമുണ്ട്. അതായത് VD സതീശൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ തരൂരിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ എന്നാൽ സുധാകരൻ അടക്കം അല്പം മൃദു സമീപനമാണ്. ഇന്നലെ സുധാകരൻ വൈകിട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പിലും സ്വീകരിച്ച നിലപാട് തരൂരിന്റെ പേര് പരാമർശിക്കാതെയുള്ള വിമർശനമാണ്. ഇനി ഇന്നത്തെ ഈ വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം ലേഖനത്തിൽ കൃത്യമായി അതിന്റെ എഡിറ്റോറിയൽ പരാമർശിക്കുന്നത് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തലക്കെട്ട് ഇങ്ങനെയാണ്: ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടാണ്. അതിൽ അവർ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഈ വ്യവസായങ്ങളുടെ ചവപ്പറമ്പാക്കി മാറ്റിയത് ഇടതു സർക്കാരുകളാണ്. കഴിഞ്ഞകാല LDF സർക്കാരുകളാണ് അത്തരം നിലപാടെടുത്തത്. പക്ഷേ അവർക്ക് എന്തിന് ഇപ്പോൾ ഒരു അവാർഡ് നൽകണം, അത്തരമൊരു നീക്കം ഉണ്ടാവണം എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് വീക്ഷണം ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ. ഇതിൽ പ്രധാനമായും തരൂരിന്റെ പേര് നേരിട്ട് പരാമർശിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് അതിനപ്പുറം എന്തിന് ഇപ്പോൾ ഈ വിവാദം എന്ന ചോദ്യം ഉന്നയിക്കുന്നു. കാരണം പ്രാദേശിക പ്രവർത്തകർ വലിയ പ്രവർത്തനം നടത്തി സർക്കാരിനെ താഴെയിറക്കി UDF സർക്കാരിന് അധികാരത്തിൽ തിരികെ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുകയാണ്. അപ്പോൾ പഠിക്കൽ കലം മുടയ്ക്കുന്ന നിലപാടായി ഈ ഇപ്പോഴത്തെ വിവാദങ്ങൾ മാറുന്നു എന്നതാണ്. തരൂരിനെ നേരിട്ട് പരാമർശിക്കാതെ രൂക്ഷ വിമർശനം, അതാണ് ഇന്ന് വീക്ഷണം സ്വീകരിച്ചിരിക്കുന്ന ശൈലി. കഴിഞ്ഞ കാലങ്ങളിലെ UDF സർക്കാരിന്റെ പ്രവർത്തനം, ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം നടത്തിയ അവകാശവാദങ്ങളൊക്കെ അതേപടി ഏറ്റെടുക്കുന്ന രീതിയിലാണ് വീക്ഷണത്തിന്റെ ലേഖനത്തിലുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതു സർക്കാർ വ്യവസായങ്ങളുടെ ചോപ്പറമ്പായിരുന്നു, പിന്നെ എന്തിന് അവർക്ക് ഇത്തരമൊരു നീക്കം ഉണ്ടാവണം? പ്രധാനപ്പെട്ട K കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിയുടെ കാലത്ത് കേരളത്തിൽ നടന്ന വലിയ വ്യവസായവൽക്കരണ പ്രവർത്തനങ്ങളുണ്ട്. അതൊന്നും പരാമർശിക്കാതെ പിന്നെ എന്തിന് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയുടെ പേര് പരാമർശിച്ചു എന്ന ചോദ്യം ഈ ലേഖനത്തിലൂടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തരൂരിനെ ലക്ഷ്യമിടുന്ന ലേഖനമാണ്, പക്ഷേ തരൂരിനെ നേരിട്ട് പേര് പരാമർശിക്കുന്നില്ല എന്നതാണ് വീക്ഷണം പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും കടുത്ത വിമർശനം തന്നെയാണ് ഈ ലേഖനവും ഇപ്പോഴത്തെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വീക്ഷണം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് തിരികെ വരാനുള്ള ഒരേ ഒരു അവസരമാണ് ഇനി അവശേഷിക്കുന്നത്. ആ അവസരം ഇല്ലാതാക്കാനുള്ള നീക്കമായി ഈ വിവാദം മാറുന്നു എന്ന സൂചന ഈ വിമർശന ബുദ്ധിയ ഈ ലേഖനത്തിലൂടെ വീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീജ, ശരി. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇതൊരു വലിയ അവസരമായി CPM കണക്കാക്കുന്നുണ്ട്, അല്ലെങ്കിൽ LDF കണക്കാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ജനയുഗം പത്രത്തിലൊക്കെ തരൂരിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടാണ്, ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരാൾ തരൂരാണ് എന്ന പ്രശംസയുമായാണ് ജനയുഗം പത്രം ഇറങ്ങിയിട്ടുള്ളത്. വീക്ഷണമാണെങ്കിൽ രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട്. ഇതെങ്ങോട്ടാണ് ഈ പോര് പോകുന്നത് എന്നത് വലിയ താമസമില്ലാതെ തന്നെ അറിയാം. ഇനി BJPയിലേക്ക് വന്നാൽ ഇന്നത്തെ ദിവസം സംസ്ഥാന BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പല പേരുകൾ സജീവമായിരിക്കെ BJP സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പുതിയ അധ്യക്ഷനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ ചർച്ചകളെങ്കിൽ ഏറ്റവും ഒടുവിൽ K സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നേക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. 5 വർഷം പൂർത്തിയായെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അധ്യക്ഷനെ മാറ്റുന്നത് അത്ര ഉചിതമാവില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. വിഭാഗീയത കൊടുമ്പിരി കൊണ്ടു നിൽക്കെ ആരധ്യക്ഷനായി വന്നാലും സുരേന്ദ്രനെ താഴെ ഇറക്കണമെന്ന വികാരത്തിലാണ് എതിർ ഗ്രൂപ്പുകളെല്ലാം. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ചില ആലോചനകൾ സുരേന്ദ്രന് അനുകൂലമാകുമെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ക്രമാനുഗതമായി കേരളത്തിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചതും തൃശൂരിലടക്കം വിജയം നേടാനായതും സുരേന്ദ്രന്റെ കൂടി പ്രവർത്തന ഫലമായി വിലയിരുത്തപ്പെടുന്നു. 5 വർഷ കാലാവധി പൂർത്തിയായെങ്കിലും ഇതിൽ 2 വർഷം ഒരു ടേമായി കണക്കാക്കുന്നില്ല. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നിലപാടും സുരേന്ദ്രന് അനുകൂലമെന്നാണ് സൂചന.
പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള സാഹചര്യമാണോ ഉള്ളതെന്ന സംശയവും നിലനിൽക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് BJP പ്രതീക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും പ്രതീക്ഷയോടെ കാണുന്നു. സുരേന്ദ്രനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിന് വലിയ പരിഗണനയുണ്ട്. താഴെത്തട്ടിലെ പ്രവർത്തകരുമായുള്ള പരിചയക്കുറവാണ് പ്രധാന വെല്ലുവിളി. എന്നാൽ കൃഷ്ണദാസ്, മുരളീധര വിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് ഇത് മറികടക്കാൻ കഴിയുമെന്ന് രാജീവ് അനുകൂലികൾ പറയുന്നു. മറ്റൊരു സീനിയർ നേതാവായ MD രമേശ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഈ വിഭാഗം കരുതുന്നു. കൃഷ്ണദാസിന്റെ പിന്തുണ രമേശിനാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു. വനിതാ പ്രാതിനിധ്യം ഉറപ്പായാൽ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തും. പല ഗ്രൂപ്പുകളുമായി ഉടക്കി നിൽക്കുന്ന ശോഭയ്ക്ക് അധ്യക്ഷ പദവി ലഭിച്ചാൽ സംഘടനാ സംവിധാനം ശക്തമായി മുന്നോട്ടു പോകുമോ എന്നതിൽ ചില കേന്ദ്ര നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും വരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഒരു സമരത്തിലേക്കാണ്. അത് കഴിഞ്ഞ 8 ദിവസമായി കേരളത്തിലെ പല ഭാഗത്തുള്ള ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരമാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് സമരമെന്ന് ആരോപിച്ച് സർക്കാർ തള്ളിയതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ നടത്തിവന്ന പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാ വർക്കർമാർ. 8 ദിവസം എത്തുമ്പോൾ സമരത്തിന് പിന്തുണയും കൂടുന്നുണ്ട്. കോവിഡ് പടർന്നു പിടിച്ച് ആരും പുറത്തിറങ്ങാത്ത ആ ദുരിതകാലം ഓർമ്മയില്ലേ? കോവിഡ് രോഗികളെ കണ്ടെത്താനും അവർക്ക് സൗകര്യമൊരുക്കാനും നമുക്കൊരു ദൗത്യസേനയുണ്ടായിരുന്നു. സ്വന്തം ജീവനുകൾ പോലും പണയപ്പെടുത്തി അന്ന് അവർ കാട്ടിയ ധൈര്യമായിരുന്നു കേരളത്തിന്റെ കരുത്ത്. കേരളത്തിന്റെ ആരോഗ്യ മാതൃകയ്ക്ക് നേരവകാശികളായ ആശാ വർക്കർമാർ ഇന്ന് സമരരംഗത്താണ്. രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ ആരോപണങ്ങൾ ഇവരുടെ സമരാവേശം ഇരട്ടിപ്പിക്കുകയാണ്. ഇന്ന് ഒരു തൊഴിലുറപ്പുകാരുടെ കൂലി എത്രയാ? ഇന്നൊരു ഹോം നഴ്സിംഗിന് പോകുന്നവരുടെ കൂലി എത്രയാ? അവർ വാങ്ങുന്ന ശമ്പളം എത്രയാ? മന്ത്രിയുടെ വീട്ടില് കുട്ടികൾക്ക് മിഠായി വാങ്ങുന്ന, മധുരപലഹാരം വാങ്ങുന്ന കാശ് പോലും ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ 10 മുതലാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിച്ച് രാപ്പകൽ സമരം ആരംഭിച്ചത്. ആവശ്യങ്ങൾ ഇങ്ങനെ നീളുന്നു: 3 മാസത്തെ ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്യുക, ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക, മറ്റു സർക്കാർ ജീവനക്കാരെ പോലെ പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക. ഇങ്ങനെ നീളുന്നു ആവശ്യങ്ങൾ. സമരം ഒത്തുതീർപ്പാക്കാൻ ആദ്യം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറും പിന്നീട് ആരോഗ്യമന്ത്രിയും ചർച്ച നടത്തി. കൃത്യമായ ഉറപ്പുകൾ സർക്കാർ നൽകിയില്ല. ഇതോടെ 20-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം പ്രഖ്യാപിച്ച് സമരം കടുപ്പിക്കാനാണ് നീക്കം. സമരക്കാരുടെ ആവശ്യം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ് സമരം ഒത്തുതീർപ്പാക്കാനും ശ്രമം നടത്തുന്നുണ്ട്. സമരക്കാരെ നേരിടുന്ന സർക്കാരിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: ഓണറേറിയം മുടങ്ങിയതിന് കാരണം കേന്ദ്രവിഹിതം കിട്ടാത്തതുകൊണ്ട്. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഓണറേറിയം നൽകുന്നു. പ്രതിമാസം 13,200 വരെ കിട്ടുന്നുണ്ട് എന്നാണ് സർക്കാർ വാദം. ആശാ വർക്കർമാർക്ക് പെൻഷൻ പദ്ധതി സാധ്യമല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള താൽക്കാലിക ജീവനക്കാരാണവർ. 2016-ൽ 1000 രൂപ എന്നത് ഘട്ടം ഘട്ടമായി ഉയർത്തി നൽകിയെന്നതാണ് സർക്കാരിന്റെ വാദം. എന്നാൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുതൽ വിവിധ ആരോഗ്യ സർവേ വരെ നിർവഹിക്കുന്ന ഈ ആശാ വർക്കർമാർക്ക് ജോലിക്ക് തുല്യമായ വേതനം കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. 13,200 രൂപ വരെ കിട്ടുമെന്നാണ് സർക്കാർ വാദമെങ്കിലും ഇതൊരിക്കലും കിട്ടിയിട്ടില്ലെന്ന് ആശാ വർക്കർമാർ പറയുന്നു. സാമൂഹിക ആരോഗ്യരംഗത്തെ കേരള മാതൃകയ്ക്ക് കാരണക്കാരായ ഇവരെ ചേർത്ത് നിർത്തണം. 25,000-ഓളം വരുന്ന കേരളത്തിന്റെ ഈ ആരോഗ്യസേനയുടെ ആവശ്യങ്ങളിൽ രാഷ്ട്രീയം കാണുന്നതിന് മുമ്പ് അവരുടെ വേതന കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കാനും സർക്കാരിന് കഴിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സമരം 8-ാം ദിവസത്തിലെത്തിയതോടെ വലിയ പിന്തുണയാണ് ആശാ വർക്കർമാരുടെ സമരത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ സമരക്കാർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല. ഈ സാഹചര്യത്തിൽ വീണ്ടും ചർച്ച നടത്തുമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞത് അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. മറ്റു വാർത്തകളിലേക്ക് പോകാം നമുക്ക്. തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ചികിത്സാ ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. കൂട് നിർമ്മിച്ച ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ കോടനാട്ടേക്ക് മാറ്റാനാണ് തീരുമാനം. മറ്റ് 2 കുങ്കിയാനകളെ കൂടി ഇന്ന് എത്തിക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇന്നിപ്പോൾ 2 കുങ്കിയാനകൾ കൂടി എത്തുന്നതോടെ ദൗത്യം സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണോ വനം വകുപ്പിന്റെ പ്രതീക്ഷ? ഈ മുറിവേറ്റ ആന ഇപ്പോഴും വനം വകുപ്പിന്റെ നിരീക്ഷണ വലയത്തിലുണ്ടോ?
ശ്രീജ, ഇതിലിപ്പോൾ നിരീക്ഷണം തുടരുന്നു എന്ന ആ രീതിയിൽ തന്നെയാണ്. കാരണം ഈ ദൗത്യത്തിലേക്ക് കടക്കുന്ന ഒരുപക്ഷെ നാളെയോടുകൂടി ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ അതിരപ്പള്ളിയിലെ 17-ാം ബ്ലോക്ക്, ഇവിടെ എണ്ണപ്പനത്തോട്ടം 17-ാം ബ്ലോക്കിലാണ്. അവിടെ ഇതാണ് നമ്മൾ കാണുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ആന അവിടെ നിൽക്കുന്നു. നിരന്തരമായ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് വനംവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ വെറ്റിനറി സംഘത്തിന്റെയുമുള്ള തുടർച്ചയായ നിരീക്ഷണത്തിൽ തന്നെയാണ് ആനയുള്ളത്. കാരണം ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഭാഗത്ത് തന്നെയാണ് ആന ഉണ്ടായിരുന്നത്. കൂടുതൽ ജനവാസ മേഖലയോട് അടുത്ത് നിൽക്കുന്നു. പക്ഷെ ഒട്ടും അക്രമാസക്തനല്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഇപ്പോൾ വനം വകുപ്പ് അതോടൊപ്പം തന്നെ ഈ നിരീക്ഷിക്കുന്ന ഡോക്ടർമാരും പറയുന്നത് ഒരു അവശ നിലയിലാണ് ആന നിലവിലുള്ളത്. അതിന് ചികിത്സ കൂടിയേ തീരും. അതൊട്ടും അക്രമാസക്തനല്ല, പ്രകോപനമുണ്ടാക്കുന്നില്ല, തീർത്തും ശാന്തനായി നിൽക്കുന്നു. നമുക്കത് തന്നെ കാണാം. അതൊരു കാട്ടാനയാണ്, ഒരിക്കലും ചിട്ടവട്ടങ്ങളുള്ള ഒരു നാട്ടാനയുടെ രീതിയല്ല. പക്ഷെ ഇപ്പോഴും അത് വളരെ ശാന്തമായി നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതിന്റെ മുറിവിന്റെ അസ്വസ്ഥതകളിലാണ്. അത് വലിയ രീതിയിൽ അതിന് ഒരു പഴുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അതിന്റെ മസ്തകത്തിലേറ്റ മുറിവ് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ശാന്തനായി നിൽക്കുന്നത് എന്ന് പറയുന്ന അവശ്യ നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് എന്നതാണ് ഇവർ ഈ രംഗത്ത് പരിചയമുള്ളവർ തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു അഭയാരണ്യത്തിലേക്ക്, കോടനാടുള്ള അഭയാരണ്യത്തിലേക്ക് ആനയെ ഇത് മയക്കുവെടി വെച്ച് പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടെ അവിടേക്ക് എത്തിക്കുക, തുടർന്ന് അവിടെ ചികിത്സ നൽകുക എന്നതാണ് ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു ദൗത്യം എന്നതായിട്ട് പറയുന്നത്. അപ്പോൾ അഭയാരണ്യത്തിലെ ആ കൂടിന്റെ ഉറപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധിച്ചത് ഒന്നുകൂടി ബലപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അതിനുള്ള ജോലികൾ നടക്കുകയാണ്. നിലവിൽ 3 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വിക്രം എന്ന് പറയുന്ന കുങ്കിയാനെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 കുങ്കിയാനകൾ കൂടി ഇന്ന് ഇവിടേക്ക് വരുന്നു. അത് കോന്നി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കുഞ്ചു പറയുന്ന കുങ്കിയാന, അങ്ങനെ 2 കുങ്കിയാനകൾ കൂടി അവിടേക്ക് വരുന്നു. ഇപ്പോൾ ഏതാണ്ട് ചെറുതുരുത്തി കഴിഞ്ഞിരിക്കുന്നു 2 കുങ്കിയാനകളും ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. വൈകാതെ ഇവിടേക്ക് എത്തും. പക്ഷേ എങ്കിൽ കൂടിയും ഇവർ എത്തിയിട്ടും ഈ ദൗത്യം ഒന്നുകൂടി ഏത് രീതിയിൽ നടപ്പാക്കണം, അതിൽ കൃത്യമായ ഒരു ആലോചനകൾക്ക് ശേഷം ഒരുപക്ഷെ നാളെയോടുകൂടി ആയിരിക്കും അത് ഉണ്ടാകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് അത് പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ നാളെയോടുകൂടി തന്നെ ആയിരിക്കുമെന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. നിലവിലുള്ള ഈ ആനയെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ആനയെ നിരീക്ഷിക്കുക എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന രീതിയിൽ തന്നെ നിരീക്ഷിച്ചു പോകുന്നു. ഇപ്പോൾ 17-ാം ബ്ലോക്ക് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമാണ് ഇപ്പോൾ ആനയുള്ളത്. അത് ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷനകത്തുകൂടി പോകുന്ന റോഡ്, അതിന് ഇവിടെ സമീപത്ത് വീടുകളും കാര്യങ്ങളും എല്ലാം കുറച്ച് നീങ്ങുമ്പോഴെല്ലാം ഉണ്ട്. എങ്കിൽ കൂടി വലിയ വിഷയങ്ങളില്ലാതെയാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ എന്നാണ് വനം വകുപ്പ് പറയുന്നത്. തുടർച്ചയായി ആനയെ നിരീക്ഷിക്കുന്നു. വലിയ സങ്കീർണതകൾ ഈ സമയത്തില്ല. ഏതായാലും ഈ നിരീക്ഷണം തുടരുക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ പ്രദേശത്തിന് സമീപം തന്നെയായിരുന്നു ആനയെ മയക്കുവെടി വയ്ക്കുകയും പിന്നീട് അതിന് ചികിത്സ നൽകുകയും ചെയ്തത്. അതിന്റെ മസ്തകത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അത് മറ്റ് ആനകളുമായിട്ടുള്ള സംഘർഷത്തിനിടെ സംഭവിച്ചതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. വലിയ മുറിവാണ് ആനയ്ക്ക് ഏറ്റിട്ടുള്ളത്. ആദ്യഘട്ടത്തിലൊരു സംശയം ഉണ്ടായിരുന്നത് ഇതിന് വെടിയേറ്റതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന സംശയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പരിശോധിച്ചപ്പോൾ, മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തന്നെ പരിശോധിച്ചപ്പോൾ അത്തരത്തിലൊരു മുറിവോ കാര്യങ്ങളോ ലോഹ സാന്നിധ്യമോ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. ഇത് സംഘർഷത്തിൽ ഇങ്ങനെ പരിക്കേൽക്കാറുണ്ട്. പക്ഷെ ഇത് ഗുരുതരമായ രീതിയിലുള്ള പരിക്കാണ് ആനയ്ക്ക് ഏറ്റത്. അത് മസ്തകത്തിലേറ്റ പരിക്ക് അത് വലിയ രീതിയിൽ തന്നെ പറ്റിയിരിക്കുന്നു. അതിന് ശ്വാസമെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതിൽ ഭക്ഷണം, വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലേക്കെല്ലാം തന്നെ മാറി തീർത്തും അവശ്യ നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. കാരണം ഈ മയക്കുവെടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിന് ബൂസ്റ്റർ ഡോസും എടുത്താണ് അന്ന് ആനയെ മയക്കി നിർത്താനായിട്ട് സാധിക്കുകയും ചികിത്സ കൊടുക്കാനും സാധിക്കുകയും ചെയ്തത്. വീണ്ടും വലിയ ഇടവേളയില്ലാതെ വീണ്ടും അതിന് മയക്കുവെടി നൽകേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. അത് നേരത്തെ ഡോക്ടർ അരുൺ സിക്രി അടക്കമുള്ളവർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു.
അതിനുശേഷം ഇത് അതിജീവിക്കുക എന്നതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന് ചികിത്സ നൽകിയേ മതിയാകൂ എന്ന രീതിയിലേക്ക് തന്നെ തീരുമാനം വന്നതോടുകൂടിയാണ് ഇതിനെ വീണ്ടും അതിന് മയക്കുവെടി വെച്ച് അത് അഭയാരണ്യത്തിലേക്ക് മാറ്റുവാനുള്ള തീരുമാനമായത്. കാരണം അതിന് തുടർ ചികിത്സ നൽകിയാൽ മാത്രമേ ഇത് അതിജീവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് വെറ്റിലപ്പാറയിലെ 17-ാം ബ്ലോക്ക് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്ത് ഇവിടെ ആന ഉണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവിടെയാണ്. അതിന് നിരീക്ഷണം വനംവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ വെറ്റിനറി വിഭാഗത്തിന്റെയും നിരീക്ഷണം ഇവിടെയുണ്ട്. അത് നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ്. ഇനിയിപ്പോൾ അത് ഏത് രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ തുടർച്ചയായുള്ളൊരു നിരീക്ഷണം, അതിനുശേഷം മുഴുവൻ സന്നാഹങ്ങളോടുകൂടി ഒരുക്കിയതിനു ശേഷം കൃത്യമായൊരു കോർഡിനേഷൻ ഇക്കാര്യങ്ങളിൽ വന്നതിന് ശേഷം അതിനെ മയക്കുവെടി വയ്ക്കുക എന്നതാണ്. അത് ഒരുപക്ഷെ അത് അടുത്ത ദിവസം ആയിരിക്കാം എന്നതാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചന. കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ഈ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ സംവിധാനവും സജ്ജീകരിക്കേണ്ടതുണ്ട്. അതുവരെയും ഈ രീതിയിലുള്ള ഒരു നിരീക്ഷണവും കാര്യങ്ങളും എല്ലാം തന്നെ തുടരും. ശ്രീജ, നമുക്ക് കാണാം അതിൽ യാതൊരു കുഴപ്പവുമില്ലാതെ ഇപ്പോൾ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. കൂടുതൽ ഈ പുഴ കടന്നെത്തിയിരിക്കുന്നു. അതിനർത്ഥം തന്നെ അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് ഇവിടെ തന്നെ തുടരുന്നു എന്നതാണ്. എളുപ്പത്തിൽ ഭക്ഷണം കിട്ടുന്ന ഈ പനത്തോട്ടത്തിൽ ഇവിടെ തുടരുന്നു എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് തിരികെ കാട്ടിലേക്ക് പോവാത്തത് ഒരു പക്ഷേ ആരോഗ്യം അത്ര സുഖകരമല്ലാത്ത അവസ്ഥയിലാണ്. വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെ നിൽക്കുകയാണ് ആന. കോടനാട്ട് കാര്യങ്ങൾ പൂർണ്ണമായി സജ്ജീകരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ ഔദ്യോഗികമായി തന്നെ തുടങ്ങും. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളക്കേസിൽ പ്രതി പിടിയിൽ. ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 10 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെടുത്തു. വിദേശത്ത് നിന്ന് ഭാര്യ അയച്ച പണം ആഡംബര ജീവിതത്തിനായി പ്രതി ചെലവഴിച്ചു. കൊള്ള നടത്തിയത് ഭാര്യ മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയാണ് കവർച്ച നടത്തിയതെന്ന് റിജോയുടെ മൊഴി. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 3-ാം വിമാനം അമൃത്സറിലെത്തി. 112 കുടിയേറ്റക്കാരെയാണ് തിരികെ എത്തിച്ചത്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ ആക്രമണം. തിരിച്ചടിച്ച് സേന. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമാണോ തീവ്രവാദികളാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വിവാദങ്ങളിൽ ന്യായീകരണവുമായി ശശി തരൂർ. വിവാദ ലേഖനത്തിൽ KPCC അധ്യക്ഷന്റെ പിന്തുണ തനിക്കുണ്ടെന്ന് പ്രതികരണം. അഭിപ്രായം പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് KPCC അധ്യക്ഷൻ. നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണമെന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നും MP. വായിച്ച ശേഷം മാത്രം അഭിപ്രായം പറയണമെന്ന് FB പോസ്റ്റിൽ ശശി തരൂർ. സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും ഇപ്പോഴത്തെ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയതായും തരൂർ. ലേഖനത്തിൽ പറയുന്നത് പാർട്ടി രാഷ്ട്രീയമല്ലെന്നും വിശദീകരണം. ശശി തരൂരിനെ വിമർശിക്കാതെയും സർക്കാരിനെ പരിഹസിച്ചും KPCC അധ്യക്ഷൻ K സുധാകരൻ. കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായത് കോഴിക്കടകളും തട്ടുകടകളും ചേർത്താണെന്നാണ് K സുധാകരന്റെ പരിഹാസം. പുതിയ 2.90 ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നുവെന്നും K സുധാകരൻ. ശശി തരൂരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി. ശശി തരൂരിന്റേത് കേരളത്തിന്റെ നേട്ടത്തെ തുടർന്നുള്ള സ്വാഭാവിക പ്രതികരണം. നശീകരണ വാസനയുള്ള ചിലർ അത് വിവാദമാക്കിയെന്നും മുഖ്യമന്ത്രി. വ്യവസായ രംഗത്തെ മാറ്റത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞത് വസ്തുത മാത്രമെന്നും അത് അംഗീകരിക്കണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനം തെറ്റ്. കേരളം നല്ലതെന്ന് പറഞ്ഞാൽ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമെന്നും ധനമന്ത്രി. ശശി തരൂരിന്റെ ലേഖനത്തിൽ മറുപടിയുമായി PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായ രംഗത്ത് മാറ്റങ്ങൾ തുടങ്ങിയത് 1991 K കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഇൻഫ്രാ പാർക്കിലൂടെയെന്ന് കുഞ്ഞാലിക്കുട്ടി. കാക്കനാടിന്റെ മുഖം മാറ്റിയതും ഡിജിറ്റൽ കേരളത്തിന് തുടക്കമിട്ടതും മുൻ UDF സർക്കാരുകൾ. ഇടിച്ചുപൊളിക്കൽ നയമാണ് ചില ഇടതുപക്ഷ സർക്കാരുകൾ സ്വീകരിച്ചിരിക്കുന്നത്. കേരളം വ്യവസായ സൗഹൃദമല്ലെങ്കിൽ അതിന് ഉത്തരവാദി LDF ആണെന്നും കുഞ്ഞാലിക്കുട്ടി. ശശി തരൂരിനെതിരെ UDF കൺവീനർ MM ഹസൻ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിരുന്നിട്ട് അത്തരത്തിൽ പറയാൻ പാടില്ലെന്ന് ഹസൻ.
കേരളം വ്യവസായ സൗഹൃദമായി എന്ന നിലപാട് കോൺഗ്രസ് നിലപാടിന് ഘടകവിരുദ്ധമെന്നും UDF കൺവീനർ. ശശി തരൂരിനെ പുകഴ്ത്തി AK ബാലൻ. തരൂർ പറഞ്ഞത് സത്യസന്ധമായ കാര്യം. 4 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിച്ച വിപ്ലവകാരിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ പരാമർശം ചർച്ചയാകണമെന്നും വിവരമുള്ള ഒരാളെങ്കിലും കോൺഗ്രസിൽ വേണ്ടേയെന്നും AK ബാലൻ. ശശി തരൂർ MP പിന്തുണയുമായി P ജയരാജൻ. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന ശശി തരൂരിന്റെ പരാമർശം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് EP. തരൂരിന്റെ അതേ അഭിപ്രായമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെന്നും വ്യക്തി താൽപര്യങ്ങൾ മാത്രമുള്ള കോൺഗ്രസ് നേതാക്കളാണ് തരൂരിനെ വിമർശിക്കുന്നതെന്നും EP. സംസ്ഥാനത്ത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ച് മന്ത്രി V ശിവൻകുട്ടി. സംവിധാനങ്ങൾ ഉണ്ടായിട്ടും റാഗിംഗ് പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ടില്ല. ഒരേ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ കൊണ്ടുവരുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു. ഇതിന്റെ ഘടന, പ്രവർത്തനം എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതിയെ നിയോഗിക്കുന്ന കാര്യം. എറണാകുളം എടത്തലയിൽ പ്ലാസ്റ്റിക് ഗോഡൌണിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് മാളേക്കപ്പടിയിലെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, എത്രത്തോളം ഗുരുതരമാണ് തീപിടുത്തം? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീ ഭാഗികമായും അണച്ചിരിക്കുന്നു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. വിവിധയിടങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് വേർതിരിക്കുന്ന ഒരു ഗോഡൌൺ ആണിത്. ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക്കിന് തീ പിടിച്ചപ്പോൾ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന സാഹചര്യം ഉണ്ടായി. നാട്ടുകാരാണ് ഈ തീ പടരുന്നത് കണ്ട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഈ കാക്കനാട്, ആലുവ ഭാഗത്തു നിന്നുള്ള ഏകദേശം 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തി തീ അണച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമമുണ്ട്. ഭാഗികമായി തീ അണച്ചിരിക്കുന്നു. വലിയ രീതിയിൽ തീ ആളിപ്പടർന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അവിടെ ആളുകളൊന്നും തന്നെ ഉണ്ടാകാത്തതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. സമീപത്തുള്ളവരെയൊക്കെ മാറി താമസിക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തീ വീടുകളിലേക്കൊക്കെ പടരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലൊക്കെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും പുലർച്ചെ 4 മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് നാട്ടുകാരും പറയുന്നത്. വലിയ രീതിയിൽ പുക ഉയരുന്നത് കണ്ട് രാവിലെ നടക്കാൻ പോയ ആളുകളാണ് ഇത് കണ്ട് ശ്രദ്ധയിൽപ്പെടുകയും ഉടനെ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ചെയ്തത്. വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം 1 ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഈ ഒരു ഫാക്ടറി ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്ലാസ്റ്റിക്കുകളാണ് കൂടുതലും ഉള്ളത്. ഈ വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വേർതിരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ പടരുന്ന ഒരു സാഹചര്യം. ഫയർഫോഴ്സ് 4 യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭാഗികമായി തീ അണച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗങ്ങളിൽ കൂടി തീ അണയ്ക്കാനുണ്ടെന്നാണ് ഫയർഫോഴ്സും നാട്ടുകാരും പറയുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. നാട്ടുകാരെ, സമീപത്തുള്ളവരെയൊക്കെ പുറത്തേക്ക് ഇറങ്ങുവാനോ അല്ലെങ്കിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറുവാനും ഫയർഫോഴ്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പുലർച്ചെ 4 മണിയോടെയാണ് എടത്തലയിൽ പ്ലാസ്റ്റിക് ഗോഡൌണിന് തീപിടിച്ചത്. ഇപ്പോൾ തീ ഭാഗികമായി അണച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. പക്ഷേ ആളപായമൊന്നുമില്ല. ഈ ഗോഡൌൺ കത്തി നശിച്ചു എന്നതാണ് നവമി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. കൊള്ള നടത്തിയത് കടം വീട്ടാനെന്നാണ് റിജോ പോലീസിനോട് പറഞ്ഞത്. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 3 ലക്ഷം രൂപയെടുത്ത് കടം വീട്ടിയതായും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ ഹിന്ദി സിനിമയൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു കവർച്ച നടത്തിയത്. പക്ഷേ തിരിച്ചടിയായത് ഇയാളുടെ കുടവയറും ഷൂസും ആണോ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത് എന്നതാണ് ഇപ്പോൾ ഈ റിജോ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി.
ശ്രീജ, ഇക്കാര്യത്തിൽ ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ജീവിതം, ഒരു ആഡംബര ജീവിതമായിരുന്നു. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യണ നഴ്സാണ്. അവരിൽ നിന്ന് ലഭിച്ച പണമാണ് ഈ രീതിയിലേക്ക് അവരെ അയച്ചുകൊണ്ടിരുന്ന പണം ആർഭാട ജീവിതത്തിലേക്ക് ഇയാൾ വഴിമാറ്റുകയായിരുന്നു. വലിയ രീതിയിലേക്ക് കടബാധ്യതകൾ വന്നു. അത് ഇയാളെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത രീതിയിലേക്കെല്ലാം തന്നെ ഇയാൾ മാറിയിരുന്നു. പിന്നീട് കണ്ട വഴി എന്ന് പറയുന്നത് ഈ രീതിയിൽ പണം സമാഹരിക്കുക എന്നതാണ്. ഭാര്യ അവധിക്ക് വരാറായി, നാട്ടിലേക്ക് വരാറായി. അപ്പോഴേക്കും ഇത് തീർക്കാനായിട്ട് ഇയാൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് കൊള്ളയടിക്കുക എന്നാണ്. ബാങ്ക് കൊള്ളയടിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. പോലീസ് ഇയാൾ പറയുന്ന ഈ കാര്യങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസിന് ഇപ്പോഴും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് മറ്റെല്ലാവരും ഉന്നയിക്കുന്ന പോലൊരു സംശയമാണ്. ഒരു ബാങ്ക് കൊള്ളയടിച്ച് കടന്നു പോകാൻ ഇത്ര കണ്ട വളരെ പെട്ടെന്ന് ഒരു പരിചയമില്ലാത്ത, ഒട്ടും പ്രൊഫഷണൽ ഈ രംഗത്ത് ഈ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഈ വീട്ടിലെ കറിക്കത്തെയും കൊണ്ടുവന്ന് ബാങ്ക് കൊള്ളയടിച്ച് പോയി എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതിൽ പോലീസ് പറയുന്നത് ഈ നിരന്തരമായി നിരീക്ഷിച്ച ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നെല്ലാം ഇയാൾ പറയുമ്പോഴും അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിന് ഇന്നിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളാണ്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ എല്ലാം തന്നെ കഴിഞ്ഞു. ഇന്ന് പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കോടതിയിലേക്ക് ഇയാൾ എത്തിക്കുക. അതിനു മുൻപ് പോലീസിന് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യവും കാര്യങ്ങളും എല്ലാം നിരീക്ഷിച്ച് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാൾ തന്നെയാണ്, ഒറ്റയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നതാണ്. എങ്കിൽ കൂടിയും അതിനൊരു ആധികാരികത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ചോദ്യം ചെയ്യലിലേക്കടക്കം കടക്കും. പോലീസിന് 3 ദിവസത്തോളം ഇത്രയും വലിയൊരു കവർച്ച നടത്തിയിട്ട് 3 ദിവസത്തോളം ഇയാൾ മറയത്തായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇയാൾ അതിനുവേണ്ട ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയിരുന്നു. അതിന് ഒരു പരിധിവരെ ഇയാൾ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. ഈ 3 തവണ അയാൾ ധരിച്ചിരുന്ന വസ്ത്രം മാറിയിരുന്നു ഈ യാത്രക്കിടയിൽ തന്നെ. അതോടൊപ്പം തന്നെ സ്കൂട്ടർ അതിൻ്റെ ഒരു റിയർ വ്യൂ ആ കാര്യങ്ങൾ കണ്ണടിയെല്ലാം തന്നെ അഴിച്ച് മാറ്റിയതിന് ശേഷം ആ രീതിയിലും എല്ലാം തന്നെ ഇയാൾ പോലീസിനെ ഒരു പരിധിവരെ എല്ലാം തന്നെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇയാൾ ധരിച്ചിരുന്ന ഷൂസ്, അതിലെ ചില അടയാളങ്ങൾ കൃത്യമായി എല്ലാ ഫ്രെയിമിലും കൃത്യമായി പോലീസ് പരിശോധിച്ചു. ഏതാണ്ട് 500ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു എന്നാണ് പറയുന്നത്, ക്യാമറകൾ. ഇതിൽ നിന്നാണ് ഈ ഒരു പൊതു അടയാളത്തിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ കബളിപ്പിച്ച പലയിടങ്ങളിലൂടെ യാത്ര ചെയ്തു. പക്ഷേ ഈ സ്കൂട്ടറിനെ കുറിച്ച് പൊതുവായിട്ട് തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ അന്വേഷിക്കുകയും ഈ സ്കൂട്ടറിലേക്ക് തന്നെ പോലീസ് അന്വേഷണം എത്തുകയും എല്ലാം ചെയ്തു. അതിനുശേഷമാണ് ഓരോ സോൺ തിരിച്ച ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ, സ്കൂട്ടറിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉടമസ്ഥരെക്കുറിച്ചെല്ലാം തന്നെ അന്വേഷിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു. പിന്നീടാണ് റിജു ആൻ്റണിയിലേക്ക് എത്തുകയും ഇയാളെക്കുറിച്ച് പോലീസ് വ്യക്തമായിട്ട് അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. പിന്നീട് ഈ രൂപസാദൃശ്യം, ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിലും മറ്റ് രൂപസാദൃശ്യങ്ങളെല്ലാം തന്നെയും അവർ അനുകൂലമാവുകയും ഇയാളുടെ മൊബൈൽ നമ്പർ ശേഖരിക്കുകയും അത് ട്രാക്ക് ചെയ്യുകയും അത് ഈ ദിവസങ്ങളിൽ ഒരു എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്തതോടുകൂടിയാണ് റിജോയിലേക്ക് ഈ അന്വേഷണം ഒതുങ്ങുന്നതും. അത് ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് വീട്ടിലേക്ക് എത്തുകയും പിന്നീട് ഇയാളെ കസ്റ്റഡിയിലാക്കുകയും ചെയ്തത്. പിന്നീട് ഇയാൾ എല്ലാം തന്നെ സമ്മതിക്കും. 10 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ബാങ്കിലുണ്ടായിരുന്ന കടം തീർക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരു ബാങ്ക് തന്നെ കൊള്ളയടിച്ച് ഈ പണം ഒപ്പിച്ചതെന്നെല്ലാം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നുണ്ട്. അത് ഈ ഒരു കാര്യത്തിലാണ്. മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു സഹായം ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അക്കാര്യത്തിലുള്ള ചോദ്യം ചെയ്യലും കാര്യങ്ങളുമായിരിക്കും ഇന്ന് ഉണ്ടാകുക. എന്തായാലും പണം ഇയാൾ ഇന്ന് 10 ലക്ഷം രൂപയോളം കണ്ടെത്തിയിട്ടുണ്ട്. തനിക്കുണ്ടായ ഒരു കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയതെന്നാണ് നിലവിൽ അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് മാത്രമായിരുന്നു ഉണ്ടായത്, കവർച്ചയിലും ഇയാൾ മാത്രമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, 2 കാര്യങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. റിജോ ആന്റണി ഇന്ന് ഹാജരാക്കും. ഇയാൾക്ക് മറ്റെവിടെ നിന്നെങ്കിലും സഹായം കിട്ടിയിരുന്നോ എന്നതാണ് ഇനി പോലീസിന് പ്രധാനമായും അറിയാനുള്ള കാര്യം. മറ്റ് വാർത്തകളിലേക്ക് പോയാൽ ഇന്ന് രാവിലെ ഡൽഹി വളരെ വലിയൊരു ഞെട്ടലോടെയാണ് ഡൽഹിയിലെ പലരും ഉണർന്നത്. അത് ശക്തമായൊരു ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്.
मैं सो रहा था, मैं थोड़ा हल्का हिल रहा हूँ, मेरे को लगा कि ये ज्यादा नहीं 2 सेकंड 2.5 सेकंड के आसपास हुआ होगा, इतना नहीं भागा नहीं। मेरे को लगा पता नहीं क्या है, लेकिन एहसास तो हो गया था कि ये भूकंप ये है, तो मैं उठा ही नहीं। मेरे को लगा अब तो दिन में पता ही चल जाएगा, हाँ ये तो भूकंप ही होगा। खड़ा था जी उस टाइम पे, वो कुछ काम कर रहा था, तेज झटका सा महसूस हुआ, फिर जल्दी जल्दी कमरे से निकला, तब तक वो शांत हो चुका था। 2 सेकंड का था कम से कम। कमरे से बाहर निकल के भागना चाह रहा था, लेकिन मैं ऊपर रहता हूँ तो वहां से फिर जल्दी निकल नहीं सकता था, तो इस वजह से मैं वहीं पे रुका रह गया, तब तक वो शांत हो चुका था। या मॉर्निंग बाय 5:35 I think so, we felt the shaking, some around 4 points. Earthquake around early morning in the 5:30, and we came out of the room. So, and we planned to see the gate day. We came here. So, 5:25 पाया था, महसूस हुआ था, बदन हिल गया था, मैं सो रहा था गाड़ी पे, फौरन उतर गया। രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, ഈ വൈദ്യുതിയിൽ ആളുകൾ പറയുന്നത് പോലെ തന്നെ ഉറങ്ങിക്കിടന്നവർ പോലും അറിയുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ളൊരു കുലുക്കമുണ്ടായി. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്ക് അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കുലുക്കം എന്നൊക്കെ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? ഇവിടെ ഏത് ഭാഗത്തൊക്കെയാണ് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്? ശ്രീജ, പരിഭ്രാന്തിയുടെ ആശങ്കയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് രാവിലെ ഡൽഹിയിൽ ഉണ്ടായത്. കാരണം ശക്തമായ ഭൂചലനമാണ് ഡൽഹിയിൽ അനുഭവപ്പെട്ടത്. 5:36 ഭൂചലനം ഉണ്ടായത്. 5:36 എന്ന് പറയുമ്പോൾ പലരും ഉണർന്നിരിക്കുന്ന സമയമാണ്, പക്ഷേ മറ്റു പലരും ഉറങ്ങുന്ന സമയമാണ്. പക്ഷേ ഡൽഹിയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ രാവിലെ സജീവമായത് കാണാം. എല്ലാവരും ഒറ്റ കാര്യം തന്നെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. കാരണം ഡൽഹിയിലെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും രാവിലെ ഇതാണ് ചർച്ച. കാരണം ശക്തമായ ഭൂചലനം തന്നെ അനുഭവപ്പെട്ടു. സാധാരണഗതിയിൽ ഡൽഹിയിൽ ഭൂചലനം ഉണ്ടാവാറുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും, ഉത്തരേന്ത്യയിലും ഒപ്പം തന്നെ ചൈനയിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഭൂചലനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രകമ്പനം ഡൽഹിയിലും അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ മാസവും മുമ്പ് നേപ്പാൾ ഭൂചലനം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് വലിയ രീതിയിൽ അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡൽഹി തന്നെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ആയി എന്നുള്ളതാണ്. ഡൽഹിയിലെ തന്നെ ധോളക്കുവം ആണ് പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് 5:36 ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രഭവ കേന്ദ്രം ദുർഗാബായ് ദേശ്മുഖ് കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. ധോളക്കോ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഡൽഹി മേഖലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ന്യൂഡൽഹിയിലും ഒപ്പം തന്നെ സൗത്ത് ഡൽഹിയിലും സൗത്ത് വെസ്റ്റ് ഡൽഹിയിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെടാൻ കാരണം. ആളുകളൊക്കെ തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല കട്ടിലുകളൊപ്പം തന്നെ ഫാനുകളൊക്കെ തന്നെ കുലുങ്ങുന്ന സാഹചര്യമുണ്ടായി. അത്രമേൽ വലിയ പ്രകമ്പനം അനുഭവപ്പെടുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നാശനഷ്ടം തന്നെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. തുടർചലനം ഉണ്ടാകുമെന്ന ആശങ്ക ആളുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആളുകൾ ശാന്തരായിരിക്കണമെന്ന ഒരു അഭ്യർത്ഥന പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ശ്രീജ, ന്യൂഡൽഹി പ്രഭവ കേന്ദ്രമായുള്ള വലിയൊരു ഭൂചലനമാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ ഉണ്ടായത്. പുലർച്ചെ 5:35 ഉണ്ടായ ഭൂചലനം ആളുകളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ സാഹചര്യമില്ലെന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദേശം വന്നിരിക്കുന്നു. ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇതിനിടെ നീളുന്നുണ്ട്. ഒരു വശത്ത് ഭൂചലനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ മറുവശത്ത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. MLA-മാരുടെ യോഗം മറ്റന്നാളാണ് ചേരുക. സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടത്താനാണ് തീരുമാനം. രാഗേഷ് തന്നെ വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, നാളെ ഒരു പക്ഷേ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിപ്പോൾ വ്യാഴാഴ്ചത്തേക്ക് മാറ്റി, യോഗം മാറ്റി. അതായത് ഈ തീരുമാനം എടുക്കുന്നതിൽ ഇനിയും ആശയക്കുഴപ്പമുണ്ടോ? അതുകൊണ്ടാണോ ഇത് നീളുന്നത്? ശ്രീജ, തീരുമാനം ഏതായാലും നീളുകയാണ്. BJP ഇപ്പോൾ അതിനെ ഔദ്യോഗികമായി പറയുന്ന കാരണം ഇന്നലെ വൈകിട്ട് നേതൃയോഗം വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഡൽഹിയിൽ വലിയ ദുരന്തമുണ്ടായി, റെയിൽവേ സ്റ്റേഷനിൽ അപകടമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ യോഗം മാറ്റിവെച്ചു എന്നാണ് BJP നൽകുന്ന വിശദീകരണം. MLA-മാരുടെ യോഗം ഏതായാലും നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ബുധനാഴ്ചയാണ്, മറ്റന്നാളാണ്. അതുകൊണ്ട് തന്നെ തീരുമാനം സ്വാഭാവികമായും നീളുകയാണ്. ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് കേന്ദ്ര നിരീക്ഷകരെ നിയമിക്കേണ്ടതുണ്ട്. കാരണം കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് MLA-മാരുടെ യോഗം ചേരാറുള്ളത്. കേന്ദ്ര നിരീക്ഷകരാണ് ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം കൂടി ഈ യോഗത്തിൽ അറിയിക്കുക. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന നിലപാട് അറിയിക്കുക. പക്ഷേ കേന്ദ്ര നിരീക്ഷകരുടെ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് BJP കടന്നിട്ടില്ല.
ഇന്നോ അല്ലെങ്കിൽ നാളെയോ കേന്ദ്ര നിരീക്ഷകരെ നിയമിക്കും. അതിനുശേഷം അവരുടെ സാന്നിധ്യത്തിൽ MLA-മാരുടെ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ഏതായാലും ചുരുക്കപ്പട്ടിക BJP തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ നിന്നാകും മുഖ്യമന്ത്രി ഉണ്ടാവുക, മന്ത്രിമാരുണ്ടാവുക, സ്പീക്കർ ഉണ്ടാവുക. 7 പേർ, മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാരുണ്ടാവും. കൂടാതെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും നിയമിക്കും. ഉപമുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്നാണ് BJP ഇപ്പോൾ നേതാക്കൾ നൽകുന്ന പ്രതികരണം. നിലവിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആവശ്യം ജാട്ട് വിഭാഗത്തു നിന്നുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതാണ്. കാരണം 48 MLA-മാർ BJP-ക്കുണ്ട്. അതിൽ 12 പേർ ജാട്ട് വിഭാഗത്തു നിന്നുള്ളവരാണ്. ഡൽഹിയിൽ BJP-യുടെ വിജയത്തിൽ ജാട്ടുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹരിയാനയിലും ഒക്കെ ജാട്ട് ഇതര വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് BJP വിജയിക്കുന്നതെങ്കിൽ ഡൽഹിയിലെത്തുമ്പോൾ ജാട്ടുകളെ ഒപ്പം നിർത്തി BJP. മാത്രവുമല്ല, ഈ വിജയത്തിന് ശേഷം അമിത്ഷാ ജാട്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർക്ക് നന്ദി അറിയിച്ചിരുന്നു. അപ്പോൾ ജാട്ടുകളെ പരിഗണിക്കണം എന്നൊരാവശ്യം ഉയരുന്നുണ്ട്. ഒപ്പം ദളിത് വിഭാഗത്തിനൊരു നേതാവ് കൂടി വരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന ആവശ്യവും ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ തീരുമാനം ഈ വിഷയത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആദ്യം വരേണ്ടത് കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. അതിനുശേഷമായിരിക്കും MLA-മാരുടെ യോഗം ചേരുക. ശ്രീജ. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുകയാണ്. സത്യപ്രതിജ്ഞ വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ രാവിലെ പുറത്തുവരുന്നത്. ന്യൂഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിച്ച അപകടം. അവിടെ അന്വേഷണം തുടരുകയാണ്. റെയിൽവേ നിയോഗിച്ച 2 അംഗ സമിതിയുടെയും DCP-യുടെയും നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില വിവരങ്ങൾ 2 മണിക്കൂറിനിടെ 2500-ഓളം ജനറൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന സാഹചര്യം. അതൊക്കെ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുന്നതിലേക്ക്, ട്രെയിൻ വരാൻ വൈകിയ ട്രെയിനിനുള്ള ആളുകൾ, വരാനിരുന്ന ട്രെയിനിലേക്കുള്ള ആളുകൾ, ഇവരെല്ലാം കൂടി ഒരേ സമയത്തേക്ക് 2 പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ ഉണ്ടാവുന്ന ഒരു അപകടം. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധക്കുറവുണ്ടായി എന്ന് തന്നെയല്ലേ അത് തെളിയിക്കുന്നത്? അതെ ശ്രീജ, അനിയന്ത്രിതമായ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുൻകൂട്ടി കാണുന്നതിൽ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 6 മണിക്കും 8 മണിക്കും ഇടയിൽ വിറ്റുപോകുന്ന ജനറൽ ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7000-ആണ്. പക്ഷേ അന്ന് ഈ അപകടമുണ്ടായ സമയത്ത് ആ ഒരു മണിക്കൂറിൽ വിറ്റുപോയത് 9600 ടിക്കറ്റാണ്. അതായത് സാധാരണയിൽ നിന്നും 2600 ടിക്കറ്റ് അവിടെ അധികമായി വിറ്റിരുന്നു. അത് ശനിയാഴ്ച ദിവസമായിരുന്നു. ഇന്നലെ ഞായറാഴ്ച അവധി ദിവസമായിരുന്നു. പ്രയാഗ്രാജിലേക്ക് പോകാൻ കൂടുതൽ ആളുകൾ എത്തി. ഇത് തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ഒപ്പം 3 ട്രെയിനുകൾ, ഒരേ ദിശയിലേക്ക് പോകുന്ന 3 ട്രെയിനുകൾ ആ സമയത്തുണ്ടായിരുന്നു. ഒന്ന് ഒഡീഷയിലേക്ക്, ഭുവനേശ്വറിലേക്ക് പോകുന്ന രാജധാനി എക്സ്പ്രസ്, അത് പ്രയാഗ്രാജ് വഴിയാണ് കടന്നു പോകുന്നത്. കൂടാതെ ദർഭാംഗയിലേക്ക് പോകുന്ന സ്വതന്ത്ര ജയന്തി എക്സ്പ്രസ്, അതും പ്രയാഗ്രാജ് വഴിയാണ് പോകുന്നത്. ഈ 2 ട്രെയിനുകളും സമയം വൈകി. ഒപ്പം പ്രയാഗ്രാജിലേക്കുള്ള പ്രയാഗ്രാജ് എക്സ്പ്രസ് 10:10 പുറപ്പെടുന്ന പ്രയാഗ്രാജ് എക്സ്പ്രസ്, അത് 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടേണ്ടിയിരുന്നത്. അതിനോട് സമീപത്തു നിന്നായിരുന്നു മറ്റു ട്രെയിനുകളും പോകേണ്ടത്. അപ്പോൾ ഈ 3 ട്രെയിനുകളെയും ആളുകൾ ഒരേ സമയത്ത് അവിടെ വന്നു. അതിനിടയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ട്രെയിൻ ട്രാക്ക് മാറി വരുന്നു, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്ന സന്ദേശം അവിടെ വ്യാജമായി പ്രചരിച്ചു. അങ്ങനെ ഉണ്ടായ തിരക്കാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. അപ്പോൾ പോലും ഈ തിരക്ക് മുൻകൂട്ടി കണ്ട് അവിടെ നിയന്ത്രണം ഒരുക്കുന്നതിൽ റെയിൽവേ പോലീസിന് വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 2 അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് പോലീസ് നേതൃത്വത്തിൽ DCP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, 2 റെയിൽവേ നിയോഗിച്ച 2 അംഗ സമിതി. ഈ 2 അംഗ സമിതിയും പോലീസും ഇതിനോടകം തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് അപകടത്തിലേക്ക് നയിച്ച കാരണം എന്ന് തുടങ്ങിയവ ദൃശ്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങളുള്ളത്. ഒരുപക്ഷെ ഇന്ന് തന്നെ റെയിൽവേ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഈ സമിതികളുള്ളത്. അതിൽ ഏതായാലും കാരണം എന്ത് എന്ന് വ്യക്തമാകും. ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചെന്നതിൽ അക്കമിട്ട് നിരത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റവർ ഇപ്പോഴും LNJP ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകളുമായി വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളക്കേസിൽ പ്രതി പിടിയിൽ. ചാലക്കുടി സ്വദേശി റിജു ആന്റണിയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 10 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെടുത്തു. വിദേശത്ത് നിന്ന് ഭാര്യ അയച്ച പണം ആഡംബര ജീവിതത്തിനായി പ്രതി ചെലവഴിച്ചു. കൊള്ള നടത്തിയത് ഭാര്യ മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ
കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയാണ് കവർച്ച നടത്തിയതെന്ന് റിജോയുടെ മൊഴി. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 3ാം വിമാനം അമൃത്സറിലെത്തി. 112 കുടിയേറ്റക്കാരെയാണ് തിരികെ എത്തിച്ചത്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ ആക്രമണം. തിരിച്ചടിച്ച് സേന. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമാണോ തീവ്രവാദികളാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വിവാദങ്ങളിൽ ന്യായീകരണവുമായി ശശി തരൂർ. വിവാദ ലേഖനത്തിൽ KPCC അധ്യക്ഷന്റെ പിന്തുണ തനിക്കുണ്ടെന്ന് പ്രതികരണം. അഭിപ്രായം പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് KPCC അധ്യക്ഷൻ. നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണമെന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നും MP. വായിച്ച ശേഷം മാത്രം അഭിപ്രായം പറയണമെന്ന് FB പോസ്റ്റിൽ ശശി തരൂർ. സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും ഇപ്പോഴത്തെ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയതായും തരൂർ. ലേഖനത്തിൽ പറയുന്നത് പാർട്ടി രാഷ്ട്രീയമല്ലെന്നും വിശദീകരണം. ശശി തരൂരിനെ വിമർശിക്കാതെയും സർക്കാരിനെ പരിഹസിച്ചും KPCC അധ്യക്ഷൻ K സുധാകരൻ. കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായത് കോഴിക്കടകളും തട്ടുകടകളും ചേർത്താണെന്നാണ് K സുധാകരന്റെ പരിഹാസം. പുതിയ 2.90 ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നുവെന്നും K സുധാകരൻ. ശശി തരൂരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി. ശശി തരൂരിന്റേത് കേരളത്തിന്റെ നേട്ടത്തെ തുടർന്നുള്ള സ്വാഭാവിക പ്രതികരണം. നശീകരണ വാസനയുള്ള ചിലർ അത് വിവാദമാക്കിയെന്നും മുഖ്യമന്ത്രി. വ്യവസായ രംഗത്തെ മാറ്റത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞത് വസ്തുത മാത്രമെന്നും അത് അംഗീകരിക്കണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനം തെറ്റ്. കേരളം നല്ലതെന്ന് പറഞ്ഞാൽ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമെന്നും ധനമന്ത്രി. ശശി തരൂരിന്റെ ലേഖനത്തിൽ മറുപടിയുമായി PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായ രംഗത്ത് മാറ്റങ്ങൾ തുടങ്ങിയത് 1991 K കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഇൻഫ്രാ പാർക്കിലൂടെയെന്ന് കുഞ്ഞാലിക്കുട്ടി. കാക്കനാടിന്റെ മുഖം മാറ്റിയതും ഡിജിറ്റൽ കേരളത്തിന് തുടക്കമിട്ടതും മുൻ UDF സർക്കാരുകൾ. ഇടിച്ചുപൊളിക്കൽ നയമാണ് ചില ഇടതുപക്ഷ സർക്കാരുകൾ സ്വീകരിച്ചിരിക്കുന്നത്. കേരളം വ്യവസായ സൗഹൃദമല്ലെങ്കിൽ അതിന് ഉത്തരവാദി LDF ആണെന്നും കുഞ്ഞാലിക്കുട്ടി. ശശി തരൂരിനെതിരെ UDF കൺവീനർ MM ഹസൻ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിരുന്നിട്ട് അത്തരത്തിൽ പറയാൻ പാടില്ലെന്ന് ഹസൻ. കേരളം വ്യവസായ സൗഹൃദമായി എന്ന നിലപാട് കോൺഗ്രസ് നിലപാടിന് ഘടകവിരുദ്ധമെന്നും UDF കൺവീനർ. ശശി തരൂരിനെ പുകഴ്ത്തി AK ബാലൻ. തരൂർ പറഞ്ഞത് സത്യസന്ധമായ കാര്യം. 4 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിച്ച വിപ്ലവകാരിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ പരാമർശം ചർച്ചയാകണമെന്നും വിവരമുള്ള ഒരാളെങ്കിലും കോൺഗ്രസിൽ വേണ്ടേയെന്നും AK ബാലൻ. ശശി തരൂർ MPക്ക് പിന്തുണയുമായി P ജയരാജൻ. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് ശശി തരൂർ. വാർത്തകളിലേക്ക്. ഇനി ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. തിരുവനന്തപുരത്ത് വൈകിട്ട് 5 മണിക്കാണ് യോഗം. സമയപരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമെടുക്കും. കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രതി റിജോ ആന്റണിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുക്കും. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. BJP സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. K സുരേന്ദ്രൻ തുടരുമോ എന്ന് ഇന്നറിയാം. സുരേന്ദ്രൻ തുടരുന്നില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയോ MT രമേശിനെയോ ശോഭ സുരേന്ദ്രനെയോ പരിഗണിക്കും. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ചികിത്സാ ദൌത്യം ഇന്ന് പുനരാരംഭിക്കും. 3 കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ കോടനാടുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. മറ്റ് 2 കുങ്കികളെ കൂടി ഇന്നെത്തിക്കും. ഡോക്ടർ അരുൺ സഖറിയ്ക്കൊപ്പം 20 അംഗ സംഘമാണ് ചികിത്സാ ദൌത്യത്തിന് നേതൃത്വം നൽകുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരം തുടരുന്നു. സമരം ഇന്ന് 8ാം ദിവസമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം സമരസമിതി അംഗങ്ങൾ ചർച്ച നടത്തിയിട്ടും ഫലം കണ്ടിരുന്നില്ല. സംഘടനാ പ്രതിനിധികളുമായി വീണ്ടും ചർച്ച നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം.
കാട്ടാക്കട കുറ്റിച്ചലിൽ VHSC വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. പോലീസ് ഇന്ന് സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ക്ലർക്കിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് കുട്ടി ജീവനൊടുക്കിയെന്നാണ് പരാതി. പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ടോൾ നിരക്കിന്റെ ഇരട്ടി തുകയാവും ഈടാക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെട്ടതാണ് കമ്മിറ്റി. 5 അംഗ പട്ടിക നിയമവകുപ്പ് തയ്യാറാക്കി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ 2 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണമനുസരിച്ചാണ് അമീർ ഇന്ത്യയിലെത്തുന്നത്. മന്ത്രിമാരും ഉന്നതതല പ്രതിനിധി സംഘവും ബിസിനസ് പ്രമുഖരും അമീറിനൊപ്പം എത്തും. യുക്രൈനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിളിച്ച യോഗം ഇന്ന്. യൂറോപ്യൻ നേതാക്കളുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി യോഗത്തിന്റെ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിൽ ഇന്ന് സെമി ഫൈനൽ പോരാട്ടം. കേരളം ഗുജറാത്തിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മുതലാണ് മത്സരം. ഇനി ജാഗ്രത. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനു മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ പരാതി നൽകാനുണ്ടായ കാലതാമസം, പരാതി ഗൗരവമായല്ല ഉന്നയിച്ചത്. ഇങ്ങനെ പലതരം ആരോപണങ്ങൾ നേരത്തെ സിദ്ദിഖിന്റെ അഭിഭാഷകർ കോടതിയിൽ പലതവണയായി ജാമ്യാപേക്ഷ വരുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സാക്ഷികളുണ്ട്, തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് കുറ്റക്കാരനാണ്. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ മറ്റെന്തൊക്കെയാണ്? ശ്രീജ, 2016 കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. നേരത്തെ ഈ പരാതിയിലും ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. യുവനടിയെ പ്രിവ്യൂവിനായാണ് വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം മാസ്കോട്ട് ഹോട്ടലിൽ താമസിച്ചിരുന്ന റൂമിലേക്കും സിദ്ദിഖ് വിളിച്ചു വരുത്തി. ഇത് സംബന്ധിച്ച് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ഹോട്ടലിലെ രജിസ്റ്ററും അവിടുത്തെ ജീവനക്കാരുടെ മൊഴികളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. സിദ്ദിഖിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ പരാതി നൽകുന്നതിന് കാലതാമസം ഉണ്ടായി എന്നതാണ്. പക്ഷെ അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം ഖണ്ഡിച്ചിരുന്നു. കാരണം പല ഘട്ടങ്ങളിലായി ഈ യുവതി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഈ പരാതി ഉന്നയിച്ചിരുന്നു, ഈ സംഭവം ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി പോയി. മാത്രമല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിലൊരു വിശദീകരണം വരുന്നത് എപ്പോഴെങ്കിലും ഒരു പരാതിയായി ഇത് മുന്നിലെത്തിയിരുന്നില്ല എന്നാണ്. പക്ഷെ ബലാത്സംഗ കുറ്റമാണ്, വെളിപ്പെടുത്തലാണ്. അതിൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതാണ്. പലകുറി ഇങ്ങനെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായെങ്കിലും അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല. ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തു വരുന്ന സമയത്താണ് വീണ്ടും ഇതേ പരാതിക്കാരി താൻ നേരിട്ട ദുരനുഭവം വീണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള അങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് പല ഇടങ്ങളിലെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ നിലയ്ക്കാണ് മ്യൂസിയം പോലീസും ഈ കേസെടുത്തത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ സിദ്ദിഖിന്റെ വാദങ്ങളെല്ലാം തന്നെ അതിൽ തള്ളുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു. പക്ഷേ തെളിവുകൾ സഹിതമാണ് അത് തള്ളുന്നത്. മാത്രമല്ല, ഈ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന സമയത്ത് പെൺകുട്ടി കൊച്ചിയിൽ ഒരു ഡോക്ടറെ സമീപിച്ചിരുന്നു, ചികിത്സ തേടിയിരുന്നു. ഡോക്ടറുടെ മൊഴി കൂടി കുറ്റപത്രത്തിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് നടൻ സിദ്ദിഖിനെതിരായ കുറ്റപത്രം തയ്യാറായിരിക്കുന്നു. സിദ്ദിഖ് ഈ യുവനടിയെ ബലാത്സംഗം ചെയ്തതിന് തെളിവുകളുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്.
ഇന്ന് രാവിലെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പെരിയ ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് പരോളിനുള്ള നീക്കമാണ്. 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഇവരുടെ അപേക്ഷയിൽ ജയിൽ അധികൃതർ നടപടി തുടങ്ങി. KV ബൈജു വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, ഇന്നത്തെ ദിവസത്തിന്, ഈ വാർത്ത വരുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകം നടന്ന 6 വർഷം തികയുന്ന ദിവസമാണ്. ആ സംഭവത്തിൽ ശിക്ഷ വിധിച്ച 1.5 മാസം തികയും മുൻപ് പരോളിനുള്ള നീക്കം നടക്കുന്നു എന്ന സുപ്രധാന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പരോൾ അനുവദിക്കുക? അതാണ് ഇനി അറിയേണ്ടത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നേക്ക് 6ാം ചരമവാർഷിക ദിനമാണ്. ആ ദിവസമാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത്. അതായത് 21-ാം തീയതി ജനുവരി 21-ന് സുബീഷ് 8ാം പ്രതി, കേസിൽ 8ാം പ്രതി ഇത്തരത്തിൽ പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നു. അതോടൊപ്പം ജനുവരി 22-ന് സുരേന്ദ്രൻ ഇതിലെ 15ാം പ്രതിയാണ്. ഇത്തരത്തിൽ 2 പേരാണ് ഇപ്പോൾ പരോളിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ സർക്കാർ ഇവർക്ക് പരോൾ നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് റിപ്പോർട്ട് തേടി ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ടും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ജയിൽ ഉപദേശക സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതിനുശേഷം സർക്കാരിലേക്ക് ഈ പരോൾ അപേക്ഷ സമർപ്പിക്കും. അത്തരത്തിൽ ഇവർക്ക് പരോൾ അനുവദിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കല്യോട്ടാണ്. എന്നോടൊപ്പം കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ തന്നെ ചേരുന്നുണ്ട്. ശ്രീജ, എന്താണ് ഇപ്പോൾ ഈ പരോൾ നൽകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്? 2 പ്രതികളാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബം എന്താണ് മനസ്സിലാക്കുന്നത്? വളരെയധികം വേദനാജനകം, സങ്കടകരവുമായ ഒരു കാര്യമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അത് നമ്മൾക്ക് കുടുംബത്തിന് മാത്രമല്ല ഈ കേരള ജനതയ്ക്ക് മൊത്തം ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. കാരണം ഇത്രയും ത്യാഗം സഹിച്ച് ഈ ക്രിമിനലുകളെ കത്താക്കാൻ നമ്മൾ പ്രയത്നിച്ചിട്ടും ഈ സർക്കാർ അത് അവരെ രക്ഷപ്പെടുത്താൻ എത്ര കാലം 6 വർഷമായി തുടങ്ങിയിട്ട്, എങ്കിലും ഇവിടെ ശിക്ഷ കിട്ടിയതനുസരിച്ചിട്ട് അവരെ അവിടെ നിന്നും പുറത്തിറക്കാനുള്ള സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അതിന് സർക്കാർ കൂട്ടു നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ കേരളത്തിന് തന്നെ അപമാനകരമാണ്. ഈ ജനങ്ങൾക്ക് തന്നെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത്. പക്ഷെ അവര് ഇനിയിപ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ അതിന്റെ ഉപദേശക സമിതി അംഗമായ P. ജയരാജൻ അദ്ദേഹം എന്ത് പറഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ട് അനുകൂലമായി കൊടുക്കാതിരിക്കില്ല. കാരണം അയാൾ അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരാളാണ്, ആ ജയിലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കിക്കാണുകയാണ്. പരമാവധി നമ്മുടെ നിയമപരമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും. പക്ഷേ ഈ സർക്കാർ ഇത്രയും നീചമായ പ്രവൃത്തി ഇനി അതും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സർക്കാരിന് കൂട്ടുനിൽക്കാൻ പാടില്ല. ഇനിയെങ്കിലും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടാനുള്ള സംവിധാനത്തിലേക്ക് സർക്കാർ നിയമപരമായി പോകണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ തുടരന്വേഷണം ആവശ്യപ്പെടാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പരോൾ എന്ന ഒരു വിവരം കൂടി പുറത്ത് വിടുന്നത്. അതിൽ ന്യൂസ് 18 ഈ വിവരം ഇന്ന് ആദ്യം തന്നെ പുറത്തു വിടുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുടുംബം ഈ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാനാണോ ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് നീക്കങ്ങൾ? തുടരന്വേഷണമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകും. അതുമാത്രമല്ല, ഇപ്പൊ 10 പേരെ പുറത്ത് വിട്ടിട്ടുണ്ട്. വെറുതെ വിട്ട് ഈ പ്രതികൾക്കെതിരെ അപ്പീൽ പോകാനുണ്ട്. പിന്നെ ഇവർ അപ്പീൽ കിട്ടി അപ്പീൽ കൊടുക്കേണ്ട 4 പേരെ, ഇതിന്റെ ഉന്നതരായ 4 പേരെ ഇപ്പൊ പുറത്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. അവരിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നുണ്ട്. പക്ഷെ കേസ് കൊണ്ട് നമ്മൾക്ക് എല്ലാ കേസുകളും നോക്കാനുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവർ ശിക്ഷ കിട്ടിയവരെ ഒക്കെ പുറത്തിറക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത്. ഈ സർക്കാരിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾക്ക് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. ഈ കേരള ജനതയെ, ഈ കേരളത്തിനെ ആകെ ഒരു അന്ധകാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. അതിൽ കൂട്ടുനിൽക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞുകൂടും. എന്നാലും കുടുംബം ശ്രീജ പ്രതികരിച്ച് മനസ്സിലായല്ലോ. അത്തരത്തിൽ ഈ പരോൾ അനുവദിക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് കുടുംബം ഇപ്പോൾ പങ്കുവച്ചത്. ഇതിൽ നിയമ നടപടി ഇനിയും അവസാനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ കേസിൽ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 10 പേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 10 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 4 പേർക്ക് ഇത്തരത്തിൽ 5 വർഷം തടവായിരുന്നു. ഇവർ ഇപ്പോൾ മേൽക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന്, അപ്പീൽ നൽകിയതിനെ തുടർന്ന് ഇവരുടെ കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് ജാമ്യം ലഭിച്ചു ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ കുടുംബം സർക്കാരിൽ ഇപ്പോഴും ഒരു നേരിയ പ്രതീക്ഷ കുടുംബം വയ്ക്കുന്നുണ്ട്. ഇത്തരം ആളുകളെ പുറത്തേക്ക് വിടരുത്, പരോൾ അനുവദിക്കരുത് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം 2 പേർക്ക് ഇത്തരത്തിൽ പരോളിന് അപേക്ഷ സമർപ്പിക്കും. പിന്നീട് ഓരോ പ്രതികളായി പരോൾ പുറത്തിറക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ നേരത്തെ TP ചന്ദ്രശേഖരൻ കേസിലും ഇത് കണ്ടതാണ്. വഴിവിട്ട രീതിയിൽ ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നതൊക്കെ വലിയ തോതിൽ വലിയ വിമർശനം ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഒരു കേസിൽ വിധി
വിധി വന്ന് 1.5 മാസം പിന്നിടുമ്പോഴേക്കും തന്നെ അതിൽ പരോളുമായി ഈ പ്രതികൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഇതിനെതിരെ ഉയരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ശ്രീജ. ബൈജു, ഇന്നിപ്പോ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഈ ഓർമ്മ ദിനത്തിൽ വലിയ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. DK ശിവകുമാർ അടക്കം വരുന്നുണ്ട്. ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് സ്വാഭാവികമായും അവരുടെ ഇടയിലും വലിയ പ്രതിഷേധം ഉണ്ടാക്കുമല്ലോ. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവിടെ ആചരിക്കുന്നത്? തീർച്ചയായും ശ്രീജ, ഇന്ന് വലിയ തോതിൽ 5000-ഓളം കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ ഈ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ DK ശിവകുമാറാണ് ഇതിൽ പ്രധാനമായും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത്. അതുകൂടാതെ KPCC പ്രസിഡന്റ് K സുധാകരൻ കൂടി ഇന്ന് ജില്ലയിലുണ്ട്. 3 മണിക്കാണ് ഇത്തരത്തിൽ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടി കല്യോട്ടാണ് വലിയ തോതിലുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഇവർക്ക് ഈ പ്രതികൾക്ക് പരോൾ അപേക്ഷ എന്ന ഒരു വാർത്ത പുറത്തു വരുന്നതും. ഏതായാലും കുടുംബം അത് സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടെ ഇനിയും അവസാനത്തെ ഒരു പ്രതീക്ഷ സർക്കാരിൽ ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും വിപുലമായ പരിപാടിയാണ് 6ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ളത്. വലിയ തോതിലുള്ള പ്രവർത്തകരൊക്കെ ഇനി ഇവിടത്തേക്ക് എത്താനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കല്യോട്ടാണ്. ഇതിപ്പോൾ ശരത്ലാലിന്റെ വീടാണ്. ശരത്ലാലിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന് തൊട്ടടുത്താണ് സ്മൃതി മണ്ഡപം. അവിടെയാണ് പരിപാടികളൊക്കെ ഉള്ളത്. ഉച്ചയോടുകൂടി തന്നെ DK ശിവകുമാർ എത്തുന്നുണ്ട്. DK ശിവകുമാർ ആദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു പൊതുപരിപാടിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടിക്ക് എത്തുന്നത്. എന്തായാലും ഇതിൽ KPCC പ്രസിഡന്റ് പ്രതികരണം വളരെ പ്രധാനമാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവും. ഉച്ചയോട് കൂടിയാണ് നേതാക്കളെല്ലാം എത്തുന്നത്. വിപുലമായ പരിപാടികൾ തന്നെയാണ് ഈ 6ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നതും. ശ്രീജ. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് കല്യോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വലിയൊരു പരിപാടി തന്നെയാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് നാളെ 1 വർഷം തികയുകയാണ്. കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഉന്നയിക്കുന്നത്. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്ന് പറയാൻ CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗോവിന്ദന് മുന്നിലാണോ എന്നതാണ് പിതാവിന്റെ ചോദ്യം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ നിയമപോരാട്ടം നടത്തുമെന്നും അച്ഛൻ പറഞ്ഞു. MV ഗോവിന്ദൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതാണ് ഞാൻ പറഞ്ഞത്. MV ഗോവിന്ദന് CBIയുടെ വ്യക്താവല്ലല്ലോ. എനിക്കറിയില്ല MV ഗോവിന്ദനെ CBIയുടെ വ്യക്താവായിട്ട് എന്നാണ് അയാളെ നിയമിച്ചതെന്ന്. CBIക്ക് CBIയുടെ നിയമമുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തൽ നമുക്കറിയില്ല. തൂങ്ങിയ മരണമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. തൂങ്ങിയാണ് മരിച്ചത്, അല്ലെ തൂങ്ങിയാണ് അത് മരണപ്പെട്ടത്. പക്ഷെ തൂങ്ങിയല്ല, തൂക്കിക്കൊന്നതാ. ആരെ തല്ലിയാലും കൊന്നാലും SFIക്ക് അതിൽ പങ്കില്ല എന്നാണ് MV ഗോവിന്ദനും ആർഷോയും പറയുന്നത്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് സർക്കാരിന്റെ വഴിവിട്ട നീക്കത്തിനൊടുവിലായിരുന്നു. പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള നീക്കവും നടന്നു. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികളെ ഡീബാർ ചെയ്ത നടപടി നിലനിർത്താനായി. TP ശ്രീനിവാസനെ SFIക്കാർ തല്ലിയത് ന്യായീകരിക്കുന്ന ആർഷോ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ആർഷയുടെ സംസ്കാരം അതാ. ആർഷയുടെ ഒരു സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കൂടെ ഒരു സഹപാഠിയെ അല്ലെങ്കിൽ സഹപ്രവർത്തകയെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു സമരം ചെയ്യുമ്പോഴേ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ആർഷോ പറഞ്ഞതാണ്, തന്തയില്ലാത്ത കൊച്ചിനെ ഞാൻ ഉണ്ടാക്കി തരുമടി എന്ന് പറഞ്ഞതാണ്. അത് അവന്റെ സംസ്കാരം. അവനെ നന്നാക്കാനായിട്ട് ആർക്കും പറ്റില്ല. അവനെ നന്നാക്കാന്ന് പറഞ്ഞാൽ അവൻ നാളത്തെ ഒരു MLA മന്ത്രിയുമായിട്ട് നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി വന്നവനാ. അവൻ ആ രീതിയിൽ തന്നെ പൊയ്ക്കോട്ടത്. മകന്റെ ആത്മാവിന് നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കാട്ടാക്കട കുറ്റിച്ചിലയിൽ VHSC വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇന്ന് പോലീസ് സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ക്ലർക്കിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് കുട്ടി ജീവനൊടുക്കി എന്നാണ് കരുതുന്നത്. ക്ലർക്ക് സനൽകുമാറിനെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാൾ നേരത്തെ ജോലി ചെയ്ത സ്കൂളുകളിലും പ്രശ്നക്കാരനായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ റൊമാന്റിക് ഹീറോ പരിവേഷമുള്ള തിരൂർ സ്വദേശി മുഹമ്മദ് നിഷാൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ സമാന രീതിയിലുള്ള കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ റൊമാന്റിക് ഹീറോ പരിവേഷം, നിരവധി ഫോളോവേഴ്സ്. എന്നാൽ മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് നിഷാലിന്റെ പ്രവൃത്തികൾ സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. റൊമാന്റിക് വീഡിയോകൾ ചെയ്യുന്ന നിഷാൽ പതിയെ ചാറ്റ് ബോക്സിൽ ഇരകളെ തേടിയിറങ്ങും. പ്രവാസികളുടെ ഭാര്യമാർ, വിവാഹമോചനം കഴിഞ്ഞവർ എന്നിവരാണ് പ്രധാന ലക്ഷ്യം. ചാറ്റ് ബോക്സിൽ തുടങ്ങുന്ന സൗഹൃദം ദൃഢമാകുന്നതോടെ വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടും.
ഇതിന് തയ്യാറായില്ലെങ്കിൽ ഭീഷണിയും സെന്റിമെന്റ്സും എടുത്താണ് അടുത്ത അടവ്. ഇതിൽ വീഴുന്നവരെ നഗ്നരായി വീഡിയോ കോൾ ചെയ്യാൻ നിഷാൽ ആവശ്യപ്പെടും. പിന്നീട് ഈ വീഡിയോ കോളുകൾ റെക്കോർഡ് ചെയ്ത് തന്റെ ലാപ്ടോപ്പിൽ സൂക്ഷിക്കും. വീഡിയോ കോളിൽ കണ്ട സ്ത്രീകളെ നേരിട്ട് കാണുകയാണ് അടുത്ത പരിപാടി. ഇതിനായി ലാപ്ടോപ്പിൽ സൂക്ഷിച്ച സ്ക്രീൻ റെക്കോർഡുകൾ ഉപയോഗിച്ച് ഭീഷണി ഉയർത്തും. ഭീഷണിക്ക് വഴങ്ങിയെത്തുന്ന സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ ലൈംഗിക ആവശ്യത്തിനായി ഉപയോഗിച്ച് നഗ്ന വീഡിയോകളും ഫോട്ടോകളും എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് കളമശ്ശേരി പോലീസ് നിഷാലിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. മുഹമ്മദ് നിഷാലിനെതിരെ ഇതുവരെ നിലവിലുള്ളത് 4 ബലാത്സംഗ കേസുകളാണ്. ഇതിൽ ഒരു പോക്സോ കേസും ഉൾപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനത്ത് വീണ്ടും സാത്താൻ സേവയും ബ്ലാക്ക് മാജിക്കും ഒക്കെ വാർത്തകളിൽ നിറയുന്നത്. പ്രജിൻ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടത് മാർക്കോ എന്ന ചിത്രത്തിലെ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താൻ എന്ന ഗാനമാണ്. അന്ധവിശ്വാസത്തിന് പുറമെ സാമ്പത്തിക കാരണങ്ങൾ കൂടി കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നതായാണ് വിവരം. സ്വന്തം പിതാവിന്റെ ജീവനെടുത്ത പ്രജിൻ ബന്ധുക്കൾ സംശയിക്കുന്നത് പോലെ സാത്താൻ സേവക്കാരനായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പോലീസ് അന്വേഷണത്തിലും ദുർമന്ത്രവാദ ബന്ധം സംശയിക്കുന്ന പലതും കണ്ടെത്തിയിട്ടുണ്ട്. വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജിൻ നയിച്ചത്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി നീക്കം ചെയ്തിരുന്നു. മുറിയിൽ കറുപ്പു നിറത്തിലുള്ള വിചിത്രമായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു. അയാം സൂപ്പർ സൈക്കോ എന്നു തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ എഴുതി വെച്ചിരുന്നു. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമമാണെന്നാണ് ആദ്യമൊക്കെ വീട്ടുകാർ കരുതിയിരുന്നത്. കൊച്ചിയിൽ സിനിമാ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായത്. പ്രജിന്റെ മുറിയിലേക്ക് മാതാപിതാക്കളെ പോകാൻ അനുവദിച്ചിരുന്നില്ല. എപ്പോഴും പൂട്ടിയിരിക്കുന്ന മുറിയിൽ നിന്ന് ഒരു പ്രത്യേക കുമാരി പോലീസിനോട് പറഞ്ഞത്. ചില ദിവസങ്ങളിൽ രാത്രി ഇറങ്ങിപ്പോകും. എവിടെ പോവുകയാണെന്ന് ചോദിച്ച പോലീസ് എത്തി പ്രജിന് താക്കീതും നൽകി. തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന പ്രജിൻ പറഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചു. എന്നാൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഫെബ്രുവരി 5 രാത്രിയായിരുന്നു വീട്ടിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിനെ പ്രജിൻ കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തുന്നത്. അമ്മ സുഷമ നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം. ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയായ സുഷമ നിലത്തു വീണു. പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്കോടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. 24 വെട്ടുകളാണ് ജോസിന്റെ ശരീരത്തിലേറ്റത്. കൊലയ്ക്ക് ശേഷം വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങിയ പ്രജിൻ നിലവിൽ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിൽ റിമാൻഡിൽ കഴിയുകയാണ്. കൊലയ്ക്ക് മുൻപ് പ്രജിൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടിരുന്നത് മാർക്കോ സിനിമയിലെ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ എന്ന ഗാനമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വീട്ടിൽ സാമ്പത്തിക വിഷയത്തിൽ തർക്കം നടന്നിരുന്നെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ പഠനത്തിനായി പ്രജിനെ അയച്ചതിലടക്കം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇയാൾക്ക് 5 ഫോണുകളാണുള്ളത്. ഇതിലേതാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നതിനാൽ വിവരങ്ങൾ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. കൊച്ചിയിൽ സിനിമാ പഠനം നടത്തിയ സ്ഥാപനത്തിലെത്തിയും
പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയാൽ മകൻ തന്നെയും മകളെയും കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് അമ്മ സുഷമകുമാരി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കേസിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേട്ടുകേൾവിയില്ലാത്ത പലതും വാർത്തയായി നമുക്ക് ഈയിടെ പറയേണ്ടി വരാറുണ്ട്. അതുപോലൊന്നാണ് യുപിയിൽ നിന്നുള്ള വാർത്ത. കൂടുതൽ സ്ത്രീധനം നൽകാത്തതിന് ഭർത്തൃ വീട്ടുകാർ യുവതിയെ HIV ബാധിതന് ഉപയോഗിച്ച സിറിഞ്ചുകൊണ്ട് കുത്തിവെച്ചെന്നാണ് പരാതി. വൈദ്യപരിശോധനയിൽ യുവതിക്ക് HIV ബാധ സ്ഥിരീകരിച്ചതോടെ പിതാവാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നടന്ന സംഭവത്തിൽ കോടതി ഉത്തരവിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പോലീസ്. ഹരിദ്വാർ സ്വദേശിയായ അഭിഷേക് എന്ന സച്ചിനുമായി 2023 ഫെബ്രുവരി 15-നാണ് യുവതിയുടെ വിവാഹം നടന്നത്. സ്ത്രീധനമായി കാറും 15 ലക്ഷം രൂപയും നൽകി. എന്നാൽ SUV കാറും 25 ലക്ഷം രൂപയും കൂടി വേണമെന്നായിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ ആവശ്യം. കൂടുതൽ സ്ത്രീധനം നൽകാതെ വന്നതോടെ യുവതിയെ ഭർത്തൃ വീട്ടിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് യുവതിയെ തിരിച്ചെത്തിച്ചെങ്കിലും ശാരീരികവും മാനസികവുമായ പീഡനം തുടരുകയായിരുന്നു. യുവതിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ ഭർത്തൃ വീട്ടുകാർ HIV ബാധിതൻ ഉപയോഗിച്ച സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ചെന്ന് കുടുംബം ആരോപിക്കുന്നു. യുവതിയുടെ ആരോഗ്യം അനുദിനം മോശമായതോടെ മാതാപിതാക്കൾ ആശുപത്രിയിലെത്തി. രക്തപരിശോധനയിൽ HIV ബാധയുണ്ടെന്ന് കണ്ടെത്തി. ഭർത്താവ് അഭിഷേകിനെ പരിശോധിച്ചപ്പോൾ HIV നെഗറ്റീവാണ്. ഇതോടെ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് സഹാറൻപൂർ കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവ് പ്രകാരമാണ് ഭർത്താവിനും മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കുമെതിരെ ഗംഗോ കോട്ട്വാലി പോലീസ് കേസെടുത്തത്. യുവതി. സ്ത്രീധന പീഡനം, മർദ്ദനം, കൊലപാതക ശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഭർത്താവിന്റെ വീട്ടുകാർ ആരോപണം നിഷേധിക്കുകയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റ് വാർത്തകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് രാവിലെയിൽ. ഇത് കണ്ടോക്കാണ്.